പറയുന്നത് നിങ്ങൾക്ക് എങ്ങനെ എഴുതാം, ഒരു കുഴപ്പമില്ല, എങ്ങനെ എഴുതിയാലും തെറ്റല്ല, എല്ലാം ശരിയാണ്. നിങ്ങൾ എഴുതി കഴിഞ്ഞിട്ട് നമുക്കത് വിശദമായി പരിശോധിക്കാം. അങ്ങനെ അവര് ആ കഥയെ തിരക്കഥാ രൂപത്തിലേക്ക് മാറ്റുന്നു. സ്വാഭാവികമായി കുറച്ച് സമയം അതിന് വേണ്ടി വരും. ചിലപ്പോൾ ഇന്ന് കൊടുത്ത് ചിലപ്പോൾ നാളെ ആയിരിക്കും അവരത് എഴുതി കൊണ്ടുവരിക. വീട്ടിൽ നിന്ന് അവർ കുറച്ച് സമയം എടുത്തിട്ട് ചിലപ്പോൾ അത് എഴുതി കൊണ്ടുവരും. ഇപ്പൊ ക്യാമ്പുകളിലാണെങ്കിൽ അതിനു വേണ്ടി കുറച്ച് സമയം 2-3 മണിക്കൂർ അവർക്ക് വിട്ടുകൊടുക്കും. അപ്പൊ തിരഞ്ഞെടുക്കുന്നത് സിനിമയാക്കാൻ പറ്റുന്ന കഥയായിരിക്കണം, ചെറിയൊരു കഥയായിരിക്കണം, അപ്പൊ അതിനുള്ള ദൃശ്യ സാധ്യതകൾ ഉണ്ടാവണം. ആ രീതിയിലാണ് നമ്മളിത് കൊടുക്കുന്നത്. അപ്പൊ അത് അവർക്ക് പറ്റുന്ന രീതിയിൽ അവർ തിരക്കഥയാക്കി കൊണ്ടുവരും. അതിന്റെ അടുത്ത സ്റ്റെപ്പായിട്ട് ചെയ്യുന്നത് ഇതിൽ നിന്ന് കുറച്ച് കഥകൾ അവരെ കൊണ്ട് അവതരിപ്പിക്കാൻ പറയാം. അപ്പോൾ കൂടുതൽ കുട്ടികളുടെ ക്ലാസ് ആണെങ്കിൽ സ്വാഭാവികമായും ഗ്രൂപ്പിൽ അത് അവരൊന്ന് അവതരിപ്പിക്കുക. കുറച്ച് ഗ്രൂപ്പുകൾ, അപ്പൊ ആ ഗ്രൂപ്പിൽ അവർ അത് അവതരിപ്പിക്കും. എന്നിട്ട് അതിൽ നിന്ന് അവർ തിരഞ്ഞെടുക്കുന്ന 1-2 കഥകൾ പൊതുവായ ഒരു അവതരണത്തിന് വേണ്ടി നമ്മൾ അവസരം കൊടുക്കും. ഒരു 5-6 ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ഒരു ഗ്രൂപ്പിൽ നിന്ന് 2 കഥകൾ അവർ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ 10 കഥ, 5 ഗ്രൂപ്പ് ആണെങ്കിൽ 10 കഥ അവർക്ക് അവതരിപ്പിക്കാൻ പറ്റും. ഈ തിരക്കഥ അവതരിപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ ഇത് തിരക്കഥയായോ, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താൽ ഇത് തിരക്കഥയായി മാറും എന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്. അപ്പൊ സ്വാഭാവികമായും എല്ലായിടത്തും സംഭവിക്കുന്ന കാര്യം ഇങ്ങനെയായിരിക്കും. ഒന്ന്, കുട്ടികൾ അത് എഴുതും. പക്ഷെ എഴുതുമ്പോൾ അവര് ഈ കഥ എഴുതുന്ന പോലെ തന്നെയാണ് മിക്കവാറും ആളുകൾ എഴുതുക. അതായത് രാവിലെ കുട്ടി അവൻ എഴുന്നേറ്റു, അമ്മയുടെ അടുത്തേക്ക് ചെന്നു, അവൻ പറഞ്ഞു, അവൻ സ്കൂളിലേക്ക് പോയി. ഈ രീതിയിൽ ഒരു ഭൂതകാലത്തിൽ അവർ എഴുതുക. കാരണം നമ്മുടെ കഥ എന്ന് പറയുന്നതെല്ലാം ഭൂതകാലത്തിലാണല്ലോ. മിക്കവാറും കഥകളെല്ലാം ഭൂതകാലത്തിലാണ്. കഴിഞ്ഞുപോയ പണ്ട് ഒരു രാജ്യത്ത് രാജാവ് ഉണ്ടായിരുന്നു എന്ന രീതിയിലാണല്ലോ നമ്മൾ പൊതുവെ എല്ലാ കഥയും കാണുന്നത്. അപ്പൊ കഴിഞ്ഞുപോയ സംഭവമാണ് അത്. നമ്മുടെ വാർത്തകളാണെങ്കിലും മിക്കവാറും കഴിഞ്ഞുപോയ കാര്യങ്ങളല്ല. അപ്പൊ അതിന്റെ ആഖ്യാനം എന്ന് പറയുന്നത് ഒരു ഭൂതകാലത്തിൽ നടന്നതുപോലെയാണ്. അപ്പൊ അങ്ങനെ എഴുതുമ്പോൾ നമുക്കും വായിച്ചാൽ തോന്നും നന്നായിട്ട് എഴുതിയിട്ടുണ്ടോ. പക്ഷെ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇതൊരു സാഹിത്യരൂപമല്ല, ഇത് നിർദ്ദേശങ്ങളാണ് കുറെ പേർക്കുള്ളത്. അപ്പൊ നിർദ്ദേശങ്ങൾ എപ്പോഴും വർത്തമാന കാലത്ത് തന്നെ എഴുതണമെന്നില്ല. അപ്പൊ അവരോട് പറയുന്നു, ഇങ്ങനെ പ്രശ്നമുണ്ട്, നിങ്ങൾ എന്തിനാ ഇത് എഴുതിയിരിക്കുന്നത്? ഒരു സിനിമ ഉണ്ടാക്കാനാണ്. ഇപ്പൊ സിനിമയിലെ നടൻ, ആ നടന് ഇത് വെച്ച് അഭിനയിക്കണം. അപ്പൊ നടൻ എന്ത് ചെയ്യുന്നു എന്ന് പറയണം, അല്ലെങ്കിൽ ക്യാമറാമാൻ എന്ത് ചെയ്യണം എന്ന സൂചന കിട്ടണം. അപ്പൊ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും അത് നിർദ്ദേശങ്ങളായിട്ട് വരണം. പ്രസന്റ് ടെൻസിൽ, വർത്തമാന കാലത്തിലേക്ക് വരണം. അപ്പോൾ വന്നു പോയി എന്നൊക്കെയുള്ള കാലം വരുന്നു, പോകുന്നു, നടക്കുന്നു, ഇരിക്കുന്നു. ഇതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ ഇങ്ങനെ ഈ ഭൂതകാലത്തിൽ എഴുതുന്നതിന് പകരം വർത്തമാന കാലത്തിൽ പ്രസന്റ് ടെൻസിൽ എഴുതുക എന്നുള്ളതാണ്. അത് അവർക്ക് പറയുമ്പോൾ അത്ര മനസ്സിലാവും. കാരണം അവർ പറയേണ്ടത്, നിങ്ങളുടെ ഈ സ്ക്രിപ്റ്റ് വായിച്ചിട്ട് ഒരു അഭിനേതാവിന് അഭിനയിക്കണം. അപ്പൊ ഒരാൾ ഇരുന്നു അല്ലെങ്കിൽ നടന്നു, അധ്യാപകൻ ക്ലാസ് എടുത്തു എന്ന് പറഞ്ഞാൽ പിന്നെ അഭിനയിക്കാനൊന്നുമില്ല, എടുത്തു കഴിഞ്ഞാൽ. അപ്പൊ ഇത് വായിച്ചിട്ട് അതുപോലെ ചെയ്യണം. നമ്മൾ സാധാരണ കൊടുക്കുന്ന നിർദ്ദേശം തന്നെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് മനസ്സിലാവും. അപ്പൊ അതുകൊണ്ട് പിന്നെ ഇനി അവർ തിരക്കഥ എഴുതുമ്പോൾ ഈ കാര്യം ശ്രദ്ധിക്കും, അവർ പ്രസന്റ് ടെൻസിൽ മാത്രമേ എഴുതുകയുള്ളൂ. രണ്ടാമത്തെ കാര്യം, ഈ കുട്ടികൾ എഴുതുമ്പോൾ സ്വാഭാവികമായും പറഞ്ഞല്ലോ കഥയുടെ രീതി തന്നെയാണ് എഴുതുക. അങ്ങനെ വരുമ്പോൾ അത് ഒരുപാട് ഭാവനാത്മകമായ കാര്യമുണ്ടാവും. അയാളുടെ മനസ്സിൽ ദുഃഖത്തിന്റെ കടലിരമ്പി എന്ന് എഴുതും. അത് സ്വാഭാവികമായിട്ട് കഥയുടെ രീതി അനുസരിച്ചാണല്ലോ ബിംബങ്ങൾ അങ്ങനെ കൊണ്ടുവരും. അപ്പൊ അവിടെ നമ്മൾ രണ്ടാമത് പിടിക്കണം. അവിടെ അപ്പൊ പറയണം, ശരി സമ്മതിച്ചു, അയാളുടെ മനസ്സിൽ ദുഃഖത്തിന്റെ കടലിരമ്പി, ഇത് നിങ്ങൾ എങ്ങനെ ഷൂട്ട് ചെയ്യും? അപ്പൊ പ്രശ്നം എന്താന്ന് വെച്ചാൽ, നിങ്ങൾ എഴുതിയ സ്ക്രിപ്റ്റ് ഒരു ക്യാമറാമാന് സിനിമയാക്കി മാറ്റണം. ഈ ദുഃഖത്തിന്റെ കടലിരമ്പി എന്ന കാര്യം സിനിമയിലാക്കാൻ ഈ ക്യാമറാമാൻ എന്താണ് ചെയ്യേണ്ടത്? ഒരു കടൽ ഇങ്ങനെ കാണിച്ചാൽ ദുഃഖത്തിന്റെ കടലിരമ്പി എന്ന ആശയം കിട്ടുമോ?
ഒരിക്കലുമില്ല. അപ്പൊ അവിടെയാണ് ഈ കഥയും ഈ ഭാവനാത്മക സാഹിത്യ രൂപവും ഈ ഈ ദൃശ്യ രൂപവും തമ്മിൽ വ്യത്യാസം വരുന്നത്. കഥയിൽ നമുക്ക് ഭാവനയിൽ എന്തു പറയാം, ആകാശത്തു കൂടി 10,000 ആനകൾ പറന്നു പോകുന്നു പറയാനൊരു പ്രയാസമില്ല. പക്ഷെ അതെങ്ങനെയാണ് ഒരു സിനിമയിലേക്ക് കൊണ്ടുവരിക? ആകാശത്തോട്ട് എങ്ങനെ 10,000 ആനയെ പറപ്പിക്കാം? വനവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ പോലെ നിൻമുഖം കവിതയിൽ ശരിയാണ്, കാരണം ഇത് മനസ്സിൽ കണ്ടാൽ മതി, ഈ ദൃശ്യങ്ങൾ ബിംബങ്ങൾ മനസ്സിൽ കണ്ടാൽ മതി. പക്ഷെ സിനിമയിലേക്ക് വരുമ്പോൾ അത് ഇതിനകത്ത് വരേണ്ടതാണ്, സ്ക്രീനിൽ വരേണ്ടതാണ്. അതെന്ത് ചെയ്യും? അപ്പൊ വനവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ പോലെ നിൻമുഖം എന്നുള്ള സിനിമയാക്കം പോയിട്ട് ഒരാളുടെ മുഖവും ചന്ദ്രനെയും കാണിച്ചാൽ ഈ സാധനം കിട്ടില്ലല്ലോ. അപ്പൊ അവിടെ ഈ ഒരു വ്യത്യാസം പ്രധാനമായിട്ട് വരും. ഇപ്പൊ ക്രോധത്തിന്റെ മുന്തിരിപ്പഴങ്ങൾ നമുക്കറിയാം, ഗ്രേപ്സ് ഓഫ് റാത്ത് എന്ന് പറയുന്നത് നല്ല പേരാണ്, സാഹിത്യത്തിൽ നമുക്ക് അർത്ഥം അറിയാം. ഫലം നൽകുന്ന ദേഷ്യം, ഒരു പ്രക്ഷോഭം എന്ന് പറഞ്ഞാൽ അതിന്റെ നല്ല ഗുണം ഉണ്ടാവുകയാണെങ്കിൽ അത് ക്രോധത്തിന്റെ മുന്തിരിപ്പഴം. നമുക്ക് ആശയം മനസ്സിലായി. സ്റ്റീൻബെക്കിന്റെ നോവൽ അത് സിനിമയായിട്ടുണ്ട്. പക്ഷെ അതെങ്ങനെയാണ് ഒരു തിരക്കഥയാക്കുമ്പോൾ അതെങ്ങനെയാണ് ക്രോധത്തിന്റെ മുന്തിരിപ്പഴങ്ങൾ കാണിക്കുക? ഒരാളുടെ ദേഷ്യമുള്ള മുഖവും 1 കിലോ മുന്തിരിങ്ങയും കാണിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ അവിടെയാണ് പറയുന്നത്, നിങ്ങൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യം, നിങ്ങൾ എഴുതിയ കാര്യം ഒരു ക്യാമറാമാന് ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യാൻ പറ്റണം. അപ്പൊ അയാളുടെ മനസ്സിൽ ദുഃഖത്തിന്റെ അലകടൽ ഇരമ്പി എന്ന് എഴുതുന്നതിന് പകരം ഒരാൾ കടൽ നോക്കിയിരിക്കുന്നു, അയാളുടെ മുഖത്ത് ദുഃഖം, കടൽ തിരമാലകൾ ഉയരുന്നു. അപ്പൊ ഇങ്ങനെ ദൃശ്യങ്ങളാക്കി അതിന് എഴുതി കഴിഞ്ഞാൽ അത് എഡിറ്റ് ചെയ്ത് വരുമ്പോൾ അത് കൃത്യമായ മ്യൂസിക് ഒക്കെ വരുമ്പോൾ തീർച്ചയായും ഈ ദുഃഖത്തിന്റെ കടലിരമ്പി എന്ന ആശയം മറ്റൊരു രൂപത്തിൽ കിട്ടും. അപ്പൊ അതുകൊണ്ട് ഈ മനസ്സിൽ സങ്കല്പിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ അതേപോലെ എഴുതി വെക്കരുത്. ഈ കാര്യം തന്നെയാണ് ഊന്നി പറയേണ്ടത്. ഒരു ക്യാമറ വെച്ച് ഒരാൾക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റണം നിങ്ങൾ എഴുതി വെച്ച കാര്യങ്ങൾ എന്ന് ആണ് രണ്ടാമതായിട്ട് പറയുന്നത്. മൂന്നാമത് അവർ ചെയ്യാന്ന് വെച്ചാൽ, നമ്മുടെ കഥ എഴുതുന്ന പോലെ അല്ലെങ്കിൽ നാടകം എഴുതുന്ന പോലെ അവർ ചിലപ്പോൾ നിരത്തി എഴുതും. രംഗം 1 എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ എഴുതും. ശ്രദ്ധിക്കണമായിരുന്നു വെച്ചാൽ സീനുകളായിട്ട് എഴുതുക എന്നുള്ളതാണ്. സിനിമയിൽ സീനുകളായിട്ടുള്ള കാര്യങ്ങൾ വരുന്നത്. സീനുകളായിട്ട് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്ന്, അത് ആദ്യം സീൻ തിരിക്കണം. സാധാരണ നമുക്കറിയാലോ, സീൻ 1, സീൻ 2, സീൻ 3, ചിലപ്പോൾ അതിന് ഉപസീനുകൾ ഉണ്ടാവും. അപ്പൊ അങ്ങനെ എങ്ങനെയാണ് തിരിക്കുക? അതിന്റെ അടിസ്ഥാനം എന്താണ്? ഇതൊക്കെ നമ്മള് നേരിട്ട് വാക്കുകൊണ്ട് പറയണമെന്നല്ല പറയുന്നത്. ചിലപ്പോൾ അതിന് ഉദാഹരണമുള്ള സിനിമ കാണിക്കേണ്ടി വരും. നമ്മൾ പ്രവർത്തനാധിഷ്ഠിതമാകുമ്പോൾ അങ്ങനെ ഒക്കെയാണ് അവർ മനസ്സിലാക്കി. നേരിട്ട് നമ്മൾ സംസാരത്തിലൂടെ മാത്രമല്ല. അപ്പൊ എങ്ങനെയാണ് ഒരു സീൻ വരുന്നത്? അപ്പൊ സീനിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ലൊക്കേഷനാണ്. ഒരു ലൊക്കേഷനിൽ നടക്കുന്ന ഏതാണ്ട് പൂർണ്ണമായ ഒരു ക്രിയ അതൊരു സീനായിട്ട് വരും. ഇപ്പൊ സ്കൂളാണ് ഒന്നാമത്തെ സീൻ, രണ്ടാമത്തെ സീൻ ഒരു കടപ്പുറമാണ്, മൂന്നാമത്തെ സീൻ വീണ്ടും സ്കൂളാണ്. അപ്പോ സ്കൂൾ എന്ന് പറയുന്ന ലൊക്കേഷനിൽ നടക്കുന്ന ഒരു സംഭവം ഒരു സീനിൽ വന്നു, അടുത്ത സംഭവം നടക്കുന്നത് വേറെ സ്ഥലത്താണ്, അത് മറ്റൊരു സീനായി മാറി. ഇങ്ങനെ ഈ ലൊക്കേഷൻ ബേസ് ചെയ്തുകൊണ്ടാണ് സാധാരണ സീന് വരുന്നത്. സീനിൽ ഒരു ക്രിയ പൂർണ്ണമാവണമെന്നില്ല, അത് ചിലപ്പോൾ വേറൊരു സീനും കൂടെ ചേരുമ്പോഴായിരിക്കും അത് പൂർണ്ണമാവും. അപ്പോൾ അത് സീക്വൻസ് എന്ന് നമ്മൾ വിളിക്കും. സാങ്കേതികമായ കാര്യങ്ങൾ കൂടുതൽ പറയണമെന്നില്ല, മറിച്ച് ഈ സീനുകൾ എങ്ങനെയാണ് വരുന്നത്, ചില സിനിമകൾ കാണിച്ചിട്ട് ഒന്നാമത്തെ സീൻ ഇതാണ്, രണ്ടാമത്തെ സീൻ ഇതാണ് എന്ന ഒരു ധാരണ ഉണ്ടാക്കി കൊടുക്കുക. അപ്പൊ ഈ ചർച്ചയുടെ ഭാഗമായിട്ട് അവർ തന്നെ പിന്നീട് അത് പറയാൻ തുടങ്ങും ഇങ്ങോട്ട്. അപ്പൊ അത് വ്യക്തമായി. അടുത്തായിട്ട് പറയുന്നത്, ഒരുപാട് സംഭാഷണം ഉണ്ടോ എഴുതുമ്പോൾ? അത് ചെറിയ കാര്യം പോലും ഒരു സംഭാഷണ രൂപത്തിൽ അനാവശ്യമായ സംഭാഷണങ്ങൾ ഇതിൽ എഴുതാൻ സാധ്യതയുണ്ട്. അപ്പൊ അവിടെ സംഭാഷണത്തിലുള്ള കാര്യം പറയാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത് സിനിമയാവില്ല. അതാണ് എൻ്റെ വ്യത്യാസം. നമ്മളെ തന്നെ സിനിമയിൽ ഒരുപാട് ഡയലോഗിലൂടെ കഥ പറയാൻ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അത് സിനിമ എന്ന മാധ്യമത്തിന് നിരക്കുന്നതല്ല എന്ന് മാത്രം. അപ്പൊ സിനിമാറ്റിക് ആവില്ല. അപ്പൊ അവിടെയാണ് ദൃശ്യഭാഷയുടെ പ്രാധാന്യം. എങ്ങനെയാണ് ദൃശ്യഭാഷയിലൂടെ പറയുക? ഒരു ഉദാഹരണം പറയാം. ഒരു പയ്യൻ നാടോട്ട് പോയി, അവൻ വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വന്നു വീട്ടിൽ.
അമ്മ അവന് ഒരു ഗ്ലാസ് ചായ കൊടുത്തു. അമ്മ അവനോട് ചോദിക്കുകയാണ്, മോനെ, നിനക്ക് അവിടെ എന്താണ് ജോലി? വലിയ നഗരത്തിലാണ്. അപ്പോ അവന്റെ കയ്യിലെ ചായ വേറൊരു ഗ്ലാസ്സിലേക്ക് വളരെ ഉയർത്തി സാൾട്ട് ആൻഡ് പെപ്പർ സ്റ്റൈലിൽ അതിങ്ങനെ ഏന്തുകയാണ്. എന്നിട്ട് അവൻ പറയാണ്, അമ്മ എനിക്കവിടെ നല്ല ജോലിയാണ്. അപ്പൊ നമുക്ക് കാര്യം മനസ്സിലായി എന്താണ് അവന്റെ ജോലിയെന്ന്. അത്രയും ഉയരത്തില് അവൻ ഒരു ഗ്ലാസ്സിലേക്ക് ചായ ഏന്തണമെങ്കിൽ അവന്റെ ജോലി ചായ കൂട്ടലാണ് എന്ന് നമുക്ക് മനസ്സിലായി. ഇത് ഇങ്ങനെ അല്ലാതെ വേണമെങ്കിൽ പറയാം, അമ്മേ എനിക്ക് അവിടെ ഒരു ഹോട്ടലിൽ ചായ കൂട്ടലാണ് പണി. നമുക്ക് കാര്യം മനസ്സിലായി, പക്ഷെ അത് സിനിമയല്ല. അതാണ് അതിന്റെ വ്യത്യാസം. അതുകൊണ്ട് സിനിമാറ്റിക് ആവുക എന്ന് പറഞ്ഞാൽ ദൃശ്യഭാഷയ്ക്ക് പ്രാധാന്യം കൊടുക്കുക, പരമാവധി കാണിക്കുക. കാണിക്കാൻ പറ്റാത്തത് മാത്രം ദൃശ്യത്തിലൂടെ പറയുക. ഇതാണ്. അപ്പൊ അങ്ങനെ നമുക്ക് ഇവർ എഴുതിയത് വെറും ഡയലോഗാണോ, രീതിയിലുള്ള ചർച്ച കൊണ്ടുവരിക. അപ്പൊ അവർക്ക് മനസ്സിലാവും, ഓ ശരിയാണ്, ഇത് വെറും പറച്ചിലായിപ്പോയി. അപ്പൊ ഇത് കുറച്ചും കൂടെ ദൃശ്യഭാഷയിലേക്ക് കൊണ്ടുവരണം, കാണിക്കണം. അപ്പൊ അങ്ങനെ കാണിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ സംഭാഷണത്തിലൂടെ പറയാം. അതിന് പൂരകമായിട്ട് മാത്രം സംഭാഷണം വരിക. ഒരുപാട് സംഭാഷണം സിനിമയിൽ ആവശ്യമില്ല, ദൃശ്യങ്ങൾക്കാണ് പ്രാധാന്യം. ഈ രീതിയിൽ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അവിടെയാണ് ദൃശ്യഭാഷ എന്ന് പറയുന്ന ഒന്നിന്റെ പ്രാധാന്യം വരുന്നത്. പിന്നെ നമ്മളിവിടെ പരിശോധിക്കുന്നത്, സിനിമയിൽ നമുക്കറിയാം ആദ്യം മുതൽ അവസാനം വരെ ദൃശ്യങ്ങളാണ്. ബ്ലാങ്ക് സ്പേസ് ഇല്ലല്ലോ സിനിമയിൽ. ഒരു സെക്കൻഡ് പോലും ഒരു ദൃശ്യം ഇല്ലാത്ത ഒരു സിനിമ നമുക്ക് സഹിക്കാൻ പറ്റില്ല. വെറും ഇരുട്ടാണെങ്കിൽ, ബ്ലാങ്ക് ആണെങ്കിൽ നമുക്ക് സഹിക്കാൻ പറ്റില്ല. ഒരു പുസ്തകത്തിൽ ഇഷ്ടംപോലെ ബ്ലാങ്ക് സ്പേസ് ഉണ്ടാവും, പക്ഷെ ഒരു സിനിമയിൽ അത് ഒരിക്കലും നമ്മൾ അനുവദിക്കില്ല. അപ്പൊ ആദ്യം മുതൽ അവസാനം വരെ ഈ ദൃശ്യങ്ങളാണ്, ഇമേജുകളാണ്. പക്ഷേ ചില ദൃശ്യങ്ങൾ നമ്മുടെ കവിതയിലെ ഒക്കെ ബിംബങ്ങൾ പോലെ വളരെ പ്രാധാന്യത്തോടെ ചില ദൃശ്യങ്ങൾ കടന്നത്. കവിതയിൽ നമുക്കറിയാലോ കാവ്യ ബിംബങ്ങൾ എന്ന് പറയും. ഒരുപാട് കാര്യം പറയുമ്പോൾ അതിൽ ചില കാര്യങ്ങൾ കവിഞ്ഞ അർത്ഥത്തോടെ കടന്നത്. അപ്പൊ അതുപോലെ സിനിമയിൽ എങ്ങനെ വരും? ഇപ്പോൾ ഏത് സിനിമ കണ്ടാലും, ഇപ്പൊ നമ്മുടെ സാധാരണ മുഖ്യധാര സിനിമ കണ്ടാലും അതിനകത്തും ദൃശ്യബിംബങ്ങൾ ധാരാളം ഉണ്ടാവും. സിനിമക്ക് കുറച്ചും കൂടെ ആഴം നൽകുന്ന. ഇപ്പോ സത്യജിത്രയുടെ 100ാം ജന്മവാർഷികം, അദ്ദേഹത്തിന്റെ പഥർ പാഞ്ചാലി, അതില് ഒരു കുളം ആവർത്തിച്ച് കടന്നു വരുന്നു. ആ കുളം എന്ന് പറയുന്നത് അത് വെറും ഒരു കുളമല്ല, കാരണം ഇത് ആവർത്തിച്ച് വരുന്നതുകൊണ്ട് തന്നെ അതിലെന്തൊരു കവിഞ്ഞ അർത്ഥമുണ്ട്. ആ ഗ്രാമത്തിലെ സന്തോഷം ഒക്കെ പ്രതിഫലിക്കുന്നു. ആദ്യ ഭാഗത്ത് ആ കുട്ടികൾ നടന്നു പോകുന്നതൊക്കെ കുളത്തിലാണ് കാണുന്നത്. ആ നാട്ടില് ആദ്യമായി മഴ പെയ്യുന്നത് കുളത്തിലാണ് കാണിക്കുന്നത്. സർവജയക്ക് ഭർത്താവിന്റെ കത്ത് കിട്ടുമ്പോൾ അവളുടെ മനസ്സിലുണ്ടാവുന്ന സന്തോഷം ഈ കുളത്തിലെ ഈ വെള്ളത്തിലാസാൻ എന്ന് പറയുന്ന ഈ ജീവികളുടെ സന്തോഷമായിട്ടും, അതുപോലെ ആമ്പൽ അതിൽ കാറ്റ് വീശുന്നതിന്റെ സന്തോഷമായിട്ടാണ് കാണിക്കുന്നത്. പിന്നീട് അവിടെ മുത്തശ്ശി മരിച്ചപ്പോ ആ കുളം കാണിക്കുന്നുണ്ട്. ദുർഗ മരിച്ചു കഴിഞ്ഞപ്പോ പായൽ മൂടിയ കുളം കാണിക്കും. അപ്പൊ ആ നാട്ടിലെ മനുഷ്യരുടെ, പ്രത്യേകിച്ചും ഈ സർവജയയുടെ, ഹരിഹർ റോയിയുടെ കുടുംബത്തിന്റെ സുഖവും ദുഃഖവും എല്ലാം പ്രതിഫലിക്കുന്ന ഒന്നാണ് കുളം. അപ്പൊ കുളത്തിന് ഈ മനുഷ്യന്റെ ഈ ഒരു ഭാവവുമായി കൃത്യമായ ബന്ധമുണ്ട്. അപ്പൊ വെറുതെ കുളം കാണിച്ചതല്ല. അതേസമയത്ത് കുളം എന്ന് പറയുന്നത് പുറത്തുനിന്ന് കൊണ്ടുവന്ന് വെച്ചതുമല്ല, ഒരു വെച്ചുകെട്ടല്ല. കാരണം ബംഗാളിൽ നമുക്കറിയാം മിക്കവാറും വീട്ടുമുറ്റത്ത് തന്നെ കുളങ്ങളുണ്ട്. കാരണം ഈ ഗംഗാ നദിയുടെയൊക്കെ ഒരു സാമീപ്യം കൊണ്ട് ധാരാളം കുളങ്ങളുള്ള സ്ഥലമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കുളം എന്ന് പറയുന്നത് ആവർത്തിച്ച് കാണിച്ച് അതിനൊരു അധികമായ അർത്ഥം കൊടുത്തിരിക്കുന്നു. അപ്പൊ അതൊരു ദൃശ്യബിംബമായിട്ട് മാറി. ഇങ്ങനെ സിനിമയിൽ ചില ദൃശ്യങ്ങളെ ദൃശ്യബിംബമാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ചെയ്യുന്നതാണ്. അത് ഒന്നുകിൽ ഇങ്ങനെ ആവർത്തിച്ച് കൊടുക്കാം, അല്ലെങ്കിൽ പ്രത്യേക മ്യൂസിക് കൊടുക്കാം. ചില ദൃശ്യങ്ങൾ വരുമ്പോൾ പ്രത്യേകിച്ചൊരു മ്യൂസിക് കൊടുക്കാം, അല്ലെങ്കിൽ പ്രത്യേക തരത്തിലുള്ള ഒരു ലൈറ്റിങ് കൊടുക്കാം. അങ്ങനെയൊക്കെയാണ് സിനിമ. അപ്പൊ ഈ ദൃശ്യബിംബങ്ങൾ ചില ദൃശ്യങ്ങൾക്ക്, ഇപ്പൊ ബൈസിക്കിൾ തീവ്സിൽ സൈക്കിൾ എന്ന് പറയുന്ന ഒരു ബിംബമായിട്ട് മാറും. ആ രീതിയിൽ ചില ദൃശ്യങ്ങൾ ദൃശ്യബിംബാക്കിയിട്ട്, അതിപ്പോ ചെറിയ ക്ലാസ്സിൽ വേണമെന്നില്ല, ഒരു ഉയർന്ന ക്ലാസ്സിൽ ഹയർ സെക്കൻഡറിയിലൊക്കെ ആകുമ്പോൾ നമുക്ക് ഈ കാര്യം കൂടി നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം,
നമ്മൾ ഈ കഥയിൽ നിന്നും ഈ സിനിമയിലേക്ക് വരുമ്പോൾ അതിനകത്ത് നാടകീയത എന്ന് പറയുന്ന ഒരു സംഗതി കഥയേക്കാൾ കൂടുതൽ വേണ്ടി നാടകീയമായി പറയുക. നാടകീയം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സംഘർഷമാണ് നാടകത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ആളുകൾ പ്രതീക്ഷിക്കാത്ത തരത്തിലേക്ക് കഥയെ കൊണ്ടുപോകുക. എന്താ സംഭവിക്കുന്നത് അവർക്ക് മനസ്സിലാവാൻ പാടില്ല. അവർക്ക് പ്രവചിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് ഇതിങ്ങനെ പോകണം. അപ്പൊ സംഘർഷം ഉണ്ടാക്കിക്കൊണ്ടുവരിക. അതിന് സാധാരണ സിനിമയിൽ പറയുക ബീറ്റുകൾ എന്നാണ്. BAT, ബീറ്റ് എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ സംഘർഷത്തിന്റെ യൂണിറ്റ് ആണ് ബീറ്റ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നമ്മുടെ ജീവിതത്തിൽ തന്നെ ഒരു ദിവസം എത്രയോ കൊച്ചു കൊച്ചു സംഘർഷത്തിന്റെ യൂണിറ്റ് ഉണ്ട്. രാവിലെ എഴുന്നേൽക്കുന്നു, അല്ല നമുക്ക് പെട്ടെന്നൊരു സ്ഥലത്ത് പോകണം, എഴുന്നേൽക്കാൻ വൈകിപ്പോയി, അപ്പൊ നമ്മൾ തിരക്ക് പിടിച്ച് കുളിക്കാൻ പോകുന്നു, അപ്പൊ വെള്ളമില്ല, ഓരോ സംഘർഷം വരികയാണ്. മോട്ടോർ ഓൺ ചെയ്ത് നോക്കുമ്പോൾ കറണ്ട് ഇല്ല. അങ്ങനെ വന്ന് നമ്മൾ എങ്ങനെയൊക്കെയോ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു, ബസ് കിട്ടുന്നില്ല. അപ്പോൾ ഒരു സംഘർഷം അവസാനിക്കുമ്പോൾ അടുത്ത സംഘർഷം, ഒരു സംഘർഷം തുടങ്ങുക, അത് വളരുക, അത് എങ്ങനെയോ അവസാനിക്കുക, അപ്പൊ അടുത്ത് തുടങ്ങുക. ഇതാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. അപ്പൊ അതേപോലെ ഈ സിനിമയിലും ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും, ഈ സംഘർഷത്തിന് കൊച്ചു കൊച്ചു യൂണിറ്റുകൾ ഉണ്ടാവും. ഈ സംഘർഷാത്മകമായി ഇതിനെ നാടകീയമായി വളർത്തി 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 കൊണ്ടുവരിക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ നാടകീയമായിട്ടാണോ അവർ ഈ സ്ക്രിപ്റ്റ് എഴുതി വളർത്തി കൊണ്ടുവന്നിരിക്കുന്നത് എന്ന കാര്യം പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ഇതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദൃശ്യഭാഷ വരണം, അതിനകത്ത് വർത്തമാന കാലത്തിൽ എഴുതണം, സീനായി തിരിക്കണം, നാടകീയമായിരിക്കണം, ദൃശ്യബിംബങ്ങൾ ഉൾപ്പെടുത്തണം. അപ്പൊ ഇത്തരം ചർച്ചകളൊക്കെ നമ്മൾ ഇത് വായിച്ചിട്ട് അതിലെ തന്നെ ഉദാഹരണം എടുത്തിട്ട് ആണ് നമ്മൾ പറയുന്നത്. അപ്പൊ അവർക്കത് പെട്ടെന്ന് മനസ്സിലാവും. പിന്നെ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തിരക്കഥ എഴുതുമ്പോൾ സാധാരണ നാടകം എഴുതുന്ന പോലെയല്ലോ എഴുതുന്നു. അപ്പൊ പേജിനെ രണ്ടാക്കി പകുത്തിട്ട് ഇടതുഭാഗത്ത് അതിലെ ആക്ഷൻ, വലതുഭാഗത്ത് ഡയലോഗ്. അങ്ങനെ എഴുതും. ഇടതുഭാഗത്ത് എന്താണ് ചെയ്യേണ്ടത്, വലതുഭാഗത്ത് എന്താണ് പറയേണ്ടത്, ഇതാണ് എഴുതുന്നത്. അപ്പൊ അതിന് കാരണം നമുക്കറിയാം, സിനിമ ഒരുപാട് ആളുകൾ ചേർന്നിട്ടുണ്ടാക്കുന്നതാണ്. സംവിധായകന്റെ സഹായിയായിട്ട് സംവിധാന സഹായികൾ, അസിസ്റ്റന്റ് ഡയറക്ടർമാർ, സംഭാഷണം പറഞ്ഞു കൊടുക്കുന്ന ഒരാളുണ്ടാവും. അപ്പോൾ പെട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ എന്താണ് സംഭാഷണം എന്ന് മനസ്സിലാവണം. അപ്പോൾ എടുത്ത സംഭാഷണം ഓർന്ന് ഷൂട്ട് ചെയ്ത ഉടനെ അത് കട്ട് ചെയ്യും, എടുത്തു ഉറപ്പിക്കാൻ. അല്ലെ പിന്നെ പ്രശ്നമാണല്ലോ എഡിറ്റിംഗ് സമയത്ത്. അപ്പൊ അതുകൊണ്ട് കൃത്യമായിട്ടും ഒറ്റ നോട്ടത്തിൽ സംഭാഷണം മനസ്സിലാവണം. ഒറ്റ നോട്ടത്തിൽ തന്നെ ഈ എന്താണ് ഇവർ അഭിനയിക്കേണ്ടതെന്ന് മനസ്സിലാവണം. അപ്പൊ ഈ രീതിയിലുള്ള പേജിനെ രണ്ടായി പകുത്തുകൊണ്ടുള്ള ഒരു എഴുത്ത്, ഇടതുഭാഗത്ത് അഭിനയിക്കേണ്ട കാര്യങ്ങൾ, വലതുഭാഗത്ത് സംഭാഷണം. കാര്യത്തിൽ മേലെ സീനിന്റെ പേരും, പകലാണോ രാത്രിയാണോ, അകത്താണോ പുറത്താണോ, ഇതൊക്കെ സൂചനകളാണ്. കാരണം രാത്രിയാണെങ്കിൽ ലൈറ്റ് വേണ്ടി വരും, അകത്താണെങ്കിലും ചിലപ്പോൾ ലൈറ്റ് വേണ്ടി വരും. അപ്പൊ അതൊക്കെ ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവണം. ആ രീതിയിലാണ് അതിന്റെ സ്ക്രിപ്റ്റ് എഴുതി പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും വേറൊരു സംശയം ഉണ്ടാവും. ചില കുട്ടികള് അത് തന്നെ ഒരു ലോങ് ഷോട്ട്, അടുത്തതൊരു ക്ലോസപ്പ്, അടുത്തതൊരു മീഡിയം ഷോട്ട്, പിന്നെ ഇങ്ങനെ ഈ ക്യാമറ ആംഗിളിന്റെ കാര്യവും ഷോട്ടിന്റെ കാര്യവും ഒക്കെ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോ അടൂരിനെ പോലുള്ളവരുടെ തിരക്കഥകൾ വായിച്ചാൽ നമുക്ക് ഈ കാര്യം കാണാം. കൃത്യമായ ഷോട്ടുകളൊക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. പക്ഷെ എന്താ വ്യത്യാസം എന്ന് വെച്ചാൽ, ശരിക്ക് അടൂർ പ്രസിദ്ധീകരിക്കുന്നത് തിരക്കഥയല്ല, ഷൂട്ടിംഗ് സ്ക്രിപ്റ്റാണ്. അദ്ദേഹത്തിന്റെ തന്നെ സ്ക്രിപ്റ്റാണ്. ഷൂട്ട് ചെയ്യാൻ വേണ്ടി അദ്ദേഹം മാർക്ക് ചെയ്ത് വെച്ച കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് ഈ വായിക്കുന്നവർക്ക് ഒരു സൗകര്യം ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് അദ്ദേഹം അങ്ങനെ എഴുതുന്നത്. ശരിക്കും ഒരു തിരക്കഥ എഴുതുന്ന ആള് ഈ ആംഗിളോ ഇതൊന്നും അതിൽ രേഖപ്പെടുത്തേണ്ട കാര്യമില്ല. കാരണം ഇത് സംവിധായകന്റെ പണിയാണ്. നമ്മൾ എന്താണോ സിനിമയിൽ വേണ്ടതെന്ന് മാത്രം എഴുതിയാൽ മതി. അത് ലോങ് ഷോട്ട് ആണോ, മീഡിയം ഷോട്ട് ആണോ, അല്ല ക്ലോസപ്പ് ആണോ, ഹൈ ആംഗിൾ ആണോ, ലോ ആംഗിൾ ആണോ, ട്രാക്ക് ഷോട്ട് ആണോ, അല്ലെങ്കിൽ പാനിങ് ആണോ, ടിൽറ്റിംഗ് ആണോ, ഇതൊക്കെ തീരുമാനിക്കുന്നത് സംവിധായകനാണ്. കാരണം ഇതിൽ നിന്ന് അദ്ദേഹം ഒരു അർത്ഥം ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പൊ ഏത് ഷോട്ട് വെച്ചാലാണ് ഉദ്ദേശിക്കുന്ന അർത്ഥം കൃത്യമായി കിട്ടുക, എവിടുന്ന് എങ്ങോട്ട് പോകണം എന്നൊക്കെ അദ്ദേഹം തീരുമാനിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ എഴുതി വെച്ചിട്ട് ഒരു കാര്യമില്ല. അതൊക്കെ സംവിധായകന്റെ ജോലിയാണ്. അത് ഈ സ്ക്രിപ്റ്റിനെ സിനിമയാക്കി മാറ്റുന്നതിന്റെ ഭാഗമായി ഷൂട്ടിംഗ് സ്ക്രിപ്റ്റ് ഉണ്ടാക്കുമ്പോൾ ചെയ്യേണ്ടുന്ന പണിയാണ് എന്ന കാര്യം തീർച്ചയായിട്ടും അവിടെ മിക്കവാറും ചർച്ച ചെയ്യാൻ വരും. അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ ഈ തിരക്കഥയിലേക്ക്, കഥയിൽ നിന്ന് തിരക്കഥയിലേക്ക് പോകാനുള്ള കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട കാര്യം നേരത്തെ പറഞ്ഞു തന്നെയാണ്,
അവർ ഒരു തവണ ഈ കഥ സ്വന്തമായി തിരക്കഥയാക്കി മാറ്റുകയും അത് ഗ്രൂപ്പ് ചർച്ച ചെയ്യുകയും അത് പൊതുവെ അവതരിപ്പിക്കുകയും അതിനെ അടിസ്ഥാനമാക്കി തന്നെ നമ്മൾ ചർച്ച, അതിൽ നിന്ന് ഉദാഹരണം എടുത്തിട്ട് പറഞ്ഞാലേ അവർക്കത് പെട്ടെന്ന് മനസ്സിലാവും. ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ അവർക്ക് സംശയം ഉണ്ടെങ്കിൽ അതെല്ലാം ചോദിച്ച് മറുപടി എല്ലാം പറഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ അവരോടൊന്ന് മാറ്റി എഴുതാൻ പറഞ്ഞാൽ സാമാന്യം നല്ല ഒരു സ്ക്രിപ്റ്റ് തന്നെ അവർ എഴുതും. ഈ ചലച്ചിത്ര അക്കാദമിയുടെ ഞാൻ പറഞ്ഞ ക്യാമ്പിൽ കഴിഞ്ഞ സെപ്റ്റംബറിൽ തിരുവനന്തപുരത്ത് അവര് ഇതുപോലെ ഒരുപാട് ക്ലാസ്സുകളൊക്കെ ഉണ്ടായിരുന്നു. അടൂർ ഉൾപ്പെടെയുള്ള ആളുകളോട് വന്ന് ക്ലാസ് എടുത്തിരുന്നു. അതിന്റെ ഇടയിലാണ് രാത്രിയിൽ വെച്ചിട്ട് ഈ സ്ക്രിപ്റ്റ് നിർമ്മാണം നടത്തിയത്. നമ്മൾ 2 ഗ്രൂപ്പായി തിരിച്ചിട്ട് 2 കഥയാണ് കൊടുത്തത്. ഒന്ന് എൻ പ്രഭാകരൻ മാഷയുടെ പൂതം എന്നുള്ള കഥ, അതുപോലെ CV ബാലകൃഷ്ണന്റെ ഒരു കഥ. ഈ 2 ചെറിയ കഥയാണ്. ഈ കഥയാണ് അവർ മനോഹരമായ സ്ക്രിപ്റ്റാക്കി അവർ മാറ്റി. മാത്രമല്ല അവർ തന്നെ ഷൂട്ട് ചെയ്യും. KG ജയൻ ക്യാമറമാൻ, അദ്ദേഹത്തിനൊക്കെ സഹായം ഉണ്ടായിരുന്നു. പക്ഷെ കുട്ടികൾ തന്നെ അഭിനയിച്ച് കുട്ടികൾ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്ത് അവരത് സിനിമയാക്കി മാറ്റി. എഡിറ്റിങ്ങിൽ അവർ തന്നെ കൂടെ ഇരുന്ന് നല്ല 2 കൊച്ചു സിനിമകൾ അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ നന്നായിട്ട് കുട്ടികൾ, നമ്മളെക്കാൾ ഈ ദൃശ്യബോധമുള്ളവരാണ് കുട്ടികൾ. അവർ ജനിച്ചു വീഴുന്നതന്നെ ഈ ദൃശ്യങ്ങളുടെ ഒരു അന്തരീക്ഷത്തിലാണ്. അതുകൊണ്ട് എങ്ങനെയാണ് ഈ ദൃശ്യത്തിലൂടെ ആശയവിനിമയം നടത്തുന്നത് നമുക്കറിയാം. അപ്പൊ നമ്മളതിന്റെ ചില നിർദ്ദേശങ്ങൾ കൊടുക്കുക മാത്രമാണ് ചെയ്യുന്നത്. അപ്പൊ ഈ രീതിയിലാണ് ക്ലാസ് റൂമിൽ നമ്മൾ ഈ കഥ തിരക്കഥയാക്കി മാറ്റുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് സിനിമ കൂടി ആക്കുകയാണെങ്കിൽ അവർക്ക് കുറെ കൂടി കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. ഇത് വെച്ചിട്ട് എങ്ങനെ സിനിമ ഉണ്ടാക്കാം അതുകൂടി ചെയ്യുമ്പോൾ അവരതിന്റെ കഥാപാത്രങ്ങളെ തിരഞ്ഞെടുക്കുന്നു, നിർദ്ദേശം കൊടുക്കുന്നു, സംവിധാനത്തിന്റെ കാര്യങ്ങൾ ചെയ്യുന്നു, ക്യാമറ പ്രവർത്തിപ്പിക്കുന്നു, എഡിറ്റിംഗ് ചെയ്യുന്നു, എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ ശരിക്കൊരു സിനിമ പഠനം തന്നെ നമുക്ക് ക്ലാസ് മുറിയിൽ നടത്താൻ പറ്റും. ഇത്രയാണ് എനിക്ക് ഇതിന്റെ ഒരു ആമുഖം എന്നുള്ള നിലക്ക് പ്രാഥമികമായിട്ട് പറയാനുള്ളത്. നിങ്ങളുടെ ചോദ്യങ്ങൾ, അതാണ് എനിക്ക് കുറച്ചും കൂടെ എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ അതിന് ഒരു പ്രേരകമാവുക. അപ്പോൾ ഇത്രമാത്രം ഞാൻ പറഞ്ഞുകൊണ്ട് ഇതിന്റെ ഒരു മുഖവുര ഇവിടെ അവസാനിപ്പിക്കുന്നു. വളരെ സന്തോഷം. ചുരുങ്ങിയ നേരം കൊണ്ട് തിരക്കഥ രചന ക്ലാസ് മുറിയിൽ നിർവഹിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന സാങ്കേതിക ഘടകങ്ങളെ ക്രോഡീകരിക്കാൻ ദിനേഷ് സാധിച്ചു. അത് ശരിക്കും പ്രചോദനാത്മകമാണ്. ഇനി നമ്മളുടെ വെബിനാറിൽ പങ്കെടുക്കുന്നവർക്ക് സാറിനോട് സംശയങ്ങൾ ചോദിക്കാം. അതിൻ്റെ ഒരു സജീവത തന്നെയായിരിക്കും മാഷ് പറഞ്ഞ പോലെ അതിൻ്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളും പ്രതിചോദ്യമായിട്ട് മുന്നോട്ട് പോകുകയും ഈ വെബിനാർ കൂടുതൽ രസകരമാക്കാനുള്ള വഴി. സാറിന് അനുഭവപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങളെക്കുറിച്ച് ഓർത്ത് പറയാനാണ്? ക്ലാസ് മുറിയിൽ സാധാരണ ഇപ്പം മിടുക്കരല്ലാത്ത വിദ്യാർത്ഥികൾക്കിടയിൽ നമ്മൾ ഇതൊരു ശരാശരിക്ക് താഴെയുള്ള വിദ്യാർത്ഥികൾക്കിടയിൽ പ്രയോഗിക്കുമ്പോൾ അങ്ങനെ ഒന്ന് പറയാൻ സാധിക്കുമോ? അത് മിക്കവാറും കുട്ടികളെ ഇത് എഴുതും. കാരണം പറഞ്ഞല്ലോ, നമ്മളെക്കാൾ അവർക്ക് കയ്യിൽ ഒതുങ്ങുന്ന ഒരു മാധ്യമമാണിത്. അതുകൊണ്ട് തന്നെ മിക്കവാറും കുട്ടികൾ അത് ഏതെങ്കിലും രീതിയിൽ തിരക്കഥയാക്കി മാറ്റും. പിന്നെ കുറച്ച് കുട്ടികൾ എന്നാൽ അവർ എഴുതും, എന്തെങ്കിലുമൊക്കെ ആയിട്ട് എഴുതുന്നതായിട്ടാണ്. തീരെ അങ്ങനെ എഴുതാത്ത കുട്ടികളെ കണ്ടിട്ടില്ല. അവർക്ക് പറ്റുന്ന രീതിയിൽ എഴുതും. അപ്പോൾ ഇത് അവർ ഗ്രൂപ്പിലിരുന്ന് ഇത് അവതരിപ്പിക്കുകയും അതുപോലെ നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച നടത്തുകയൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ കുറച്ച് പിന്നോക്കം എന്ന് പറയാവുന്ന കുട്ടികൾക്കും ഈ കാര്യങ്ങൾ മനസ്സിലാവും. അപ്പൊ അവരുടേതായ രീതിയിൽ അവർ എഴുതും. പൊതുവെ അങ്ങനൊരു എഴുതുന്നതിൽ ആരും പരാജയപ്പെട്ടതായി കണ്ടിട്ടില്ല. ഞാൻ ഹയർ സെക്കൻഡറി ക്ലാസ് ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. പൊതുവെ അങ്ങനെ വലിയ പ്രശ്നമില്ലാതെ തന്നെ അവർ അതിന് പറ്റുന്ന രീതിയിലുള്ള കഥ കൊടുക്കണം. ശരിയാണ്. അനുഭവങ്ങളിലത് തന്നെയാണ് നമുക്കും ഉണ്ടാവാറുള്ളത്. പിൻബെഞ്ചുകാരെന്ന് പറയുന്നവരോ അല്ലെങ്കിൽ മറ്റ് വിഭാഗങ്ങളിലെ അല്ലെങ്കിൽ മറ്റ് പ്രസ്ഥാനങ്ങളിലെ പഠനത്തിന് പിന്നോക്കം നിൽക്കുന്നവർ തിരക്കഥ അല്ലെങ്കിൽ സിനിമാ പഠനം എന്ന് ആ ക്ലാസ് മുറിയിൽ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കാറുണ്ട്. ശരിയാണ്. ഇനി വെബിനാറിൽ പങ്കെടുക്കുന്നവർ ചോദിക്കണം, സാറിനോട് സംശയങ്ങൾ ചോദിക്കണം. എല്ലാവർക്കും മൈക്ക് ഓണാക്കി ചോദിക്കാവുന്നതാണ്, അല്ലെങ്കിൽ ചാറ്റ് ബോക്സിൽ ചോദ്യങ്ങൾ ഇട്ടാലും മതിയാവും.
മറ്റുള്ളവരുടെ ചോദ്യം വരുന്നു, അതിന്റെ ഇടയ്ക്കൊരു കാര്യം കൂടി സംസാരിക്കാന്ന് കരുതിയതാണ്. പ്രത്യേകിച്ച് ജിനേഷ് സാറ് വിക്ടേഴ്സ് ചാനൽ ഇപ്പൊ കുറച്ചുകൂടി ഭയങ്കരമായ ജനകീയമായ ഒരു മാധ്യമം എന്ന രീതിയിലേക്ക് അതിന് മാറി. അതിന് മുൻപേ വിക്ടേഴ്സ് ചാനൽ ഒരുപാട് പ്രോഗ്രാമുകൾ, പാഠങ്ങൾ പടവുകൾ എന്ന പേരിലുള്ള ഒരു പ്രോഗ്രാം ചെയ്തിരുന്നു. അപ്പോൾ ഇപ്പോൾ ഇനി വരുന്ന ഒരു കുട്ടികൾ ഒരു പക്ഷേ ഈ രീതിയിലായിരിക്കും ക്ലാസ്സിനെ സമീപിക്കേണ്ടി വരിക. അപ്പോൾ അതിന്റെ ഒരു സ്ക്രിപ്റ്റിന്റെ ഒരു രചനകൾ എങ്ങനെയായിരിക്കണം എന്നതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സാറിന് സംസാരിക്കാൻ കഴിയുന്നു. അത് എങ്ങനെയാണ് നമ്മളൊരു തയ്യാറെടുപ്പ് നടത്തേണ്ടത്? സ്ക്രിപ്റ്റ് എന്ന വാക്ക് ഞാൻ അവിടെ അനാവശ്യമായി ഉപയോഗിച്ചാണ്. ഏത് തരത്തിലാണ് ഒരു വീഡിയോ പോലുള്ള ക്ലാസ്സുകൾ തയ്യാറാക്കുമ്പോൾ തയ്യാറെടുക്കേണ്ടതിനെ കുറിച്ചൊന്ന് സാറ് സംസാരിക്കുന്നത് നന്നായിരിക്കും തോന്നുന്നു. ഇപ്പൊ ഈ വീഡിയോ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സുകൾ, ആ ക്ലാസ് ഇപ്പോൾ വേറെ രക്ഷയില്ല. അപ്പോൾ അത് തന്നെയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. വിക്ടേഴ്സിൽ ഞാൻ 2010 മുതലാണ് ഈ പരിപാടി ചെയ്യാൻ തുടങ്ങിയത്. പലതരത്തിൽ ആദ്യം ആനുകാലികം എന്നുള്ള പേരിലായിരുന്നു, പിന്നെ പുസ്തക പരിചയം വന്നു, പിന്നെ അക്ഷര നിറവ് വന്നു, പിന്നെ പാഠങ്ങൾ പടവുകൾ, അങ്ങനെ പല പേരിൽ ഇങ്ങനെ മാറി മാറി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടെ എടുക്കുന്ന ഒരു സമീപനം എന്ന് വെച്ചാൽ ഈ മാധ്യമത എന്ന് പറയുന്ന ഒരു സംഗതി, മീഡിയസി എന്ന് പറയുന്നത്, അത് എല്ലാ മാധ്യമത്തിനും ബാധകമാണ്. ഉദാഹരണത്തിന് ക്ലാസ് മുറിയിൽ നമ്മൾ ഒരു ക്ലാസ് നടത്തുമ്പോൾ അത് നേരിട്ടുള്ള ക്ലാസ്സാണ്. അത് ഒരു വീഡിയോയിലേക്ക് വരുമ്പോൾ, നമ്മളൊരു ക്യാമറയുടെ മുമ്പ് എടുക്കുമ്പോൾ, അപ്പോൾ അതിന്റെ മാധ്യമ സ്വഭാവം മാറി, അപ്പോൾ അതൊരു സിനിമയായി മാറി. അപ്പോൾ അത് ഒരു സിനിമാറ്റിക് ആയ ഒരു സംഗതിയിൽ കടന്നു വരും. അപ്പൊ എത്ര നല്ല ക്ലാസ് ആണെങ്കിലും, എത്ര നല്ല പ്രസംഗമാണെങ്കിലും, ഈ സിനിമയുടെ ഇതിനകത്ത് വരുമ്പോൾ സിനിമയുടേതായ കുറെ കാര്യങ്ങൾ നമ്മൾ കൂട്ടിച്ചേർക്കേണ്ടി വരും. അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം. അപ്പൊ അതുകൊണ്ട് ഈ പാഠപുസ്തകങ്ങൾ വെച്ചിട്ടുള്ള ഇത്തരം പരിപാടി ചെയ്യുമ്പോൾ അത് വെറും ഒരു പ്രസംഗമായി മാറുമ്പോൾ ഈ പറയുന്ന മാധ്യമത്തോട് നമുക്ക് വേണ്ടത്ര നീതി കൊടുക്കാൻ പറ്റില്ല. നമ്മൾ സംസാരിക്കുന്ന ഏകപക്ഷീയമായിട്ട്, മറിച്ച് അതിനകത്ത് ധാരാളം വിഷ്വൽസ് നമ്മൾ ഉണ്ടാക്കണം, ദൃശ്യവൽക്കരണം നടത്തണം. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഒരു കഥ പഠിപ്പിക്കുകയാണെങ്കിൽ കഥാകൃത്തിനെ കുറിച്ച് നമ്മൾ പറയുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ നമ്മൾ സ്വാഭാവികമായിട്ട് ഉൾപ്പെടുത്തണം. അദ്ദേഹത്തിന്റെ ഫോട്ടോ, അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളുടെ ചിത്രങ്ങൾ, ഫോട്ടോസ്, വീഡിയോസ്, ഇത്തരം സംഗതികൾ ധാരാളമായിട്ട് ആവശ്യത്തിന് അതിൽ ഉൾപ്പെടുത്തേണ്ടത്. അതുപോലെ കഥാഭാഗം ചിലപ്പോൾ നമ്മൾ ചിത്രങ്ങളിലൂടെ, ഇല്ലുസ്ട്രേഷനിലൂടെ ചിലപ്പോൾ അത് കൊടുക്കുകയും അത് നാടകീയമായി ചിലപ്പോൾ അവതരിപ്പിക്കുകയും ചെയ്യും, ഡബ് ചെയ്ത് അവതരിപ്പിക്കേണ്ടത്. ഇതൊക്കെ ആകർഷകമായി തീരുള്ളൂ. അപ്പൊ അത് ക്ലാസ് ആണോ എന്ന് ചോദിച്ചാൽ നമ്മുടെ പരമ്പരാഗതമായ സങ്കല്പനുസരിച്ച് അത് ക്ലാസ് അല്ല. അത് ചിലപ്പോൾ നമുക്കൊരു ടെലിഫിലിം പോലെയോ ഒക്കെ അനുഭവപ്പെടും. പക്ഷെ അതൊരു കുറ്റമല്ല. കാരണം നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് ഈ കാര്യങ്ങൾ ആകർഷകമായ രീതിയിൽ കുട്ടികളിൽ എത്തിക്കണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ കുറച്ചൊരു കലാപരത അതിനകത്ത് കൊണ്ടുവരികയാണെങ്കിൽ അത് സാധിക്കും. അപ്പൊ അതിന് പറ്റുന്ന രീതിയിലുള്ള സ്ക്രിപ്റ്റ് ഉണ്ടാക്കണം. ഞാനിപ്പോ വിക്ടേഴ്സ് ചെയ്യുന്നതിന് ആദ്യകാലത്ത് സ്ക്രിപ്റ്റ് ഒന്നും ഇല്ലായിരുന്നു. ഞാൻ തന്നെ ആ സമയത്ത് ഇതുപോലെ അങ്ങ് നേരിട്ട് പറയായിരുന്നു. പിന്നെ കൃത്യമായ സ്ക്രിപ്റ്റ് ഉണ്ടാക്കുന്നത്, അതായത് എന്തൊക്കെയാണ് പറയേണ്ടത്. അപ്പൊ അതില് വോയിസ് ഓവർ, ഈ പറയുന്ന നെറേഷൻ, നമ്മുടെ ഈ ശബ്ദ വിവരണം അത് എവിടെ വരണം, ദൃശ്യങ്ങൾ എവിടെ വരണം, അപ്പൊ എന്തൊക്കെ സാധനങ്ങൾ അതിനകത്ത് വിഷ്വലൈസ് ചെയ്യണം, ഏതൊക്കെ ഡബ് ചെയ്യണം. ഇങ്ങനെ ഈ ഡബിങ്ങും മ്യൂസിക്കും ഒക്കെ വന്നു കഴിയുമ്പോൾ അത് കുറച്ചും കൂടി ആകർഷകമായി തീരും. അപ്പൊ ആ രീതിയിൽ പരമാവധി ഈ ദൃശ്യങ്ങൾക്ക് തന്നെ പ്രാധാന്യം കൊടുക്കും. ഒരാളെ തന്നെ ആദ്യം മുതൽ അവസാനം അയാളുടെ മുഖം തന്നെ കാണിക്കുന്നതിന് പകരം അദ്ദേഹം പറയുമ്പോൾ തന്നെ പരമാവധി ദൃശ്യ സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ അത് ഉൾപ്പെടുത്തുക. ആ രീതിയിലേക്കാണ് അത് ഈ മാധ്യമത്തിലൂടെ നന്നാക്കാൻ പറ്റുക എന്നുള്ളതാണ് എൻ്റെ ഒരു തോന്നൽ. ചോദിക്കട്ടെ? ഹലോ, പ്രസാദാണ്. അതെ, ഇപ്പൊ നമ്മള് കഥയിൽ നിന്ന് തിരക്കഥയിലേക്കെന്നാണല്ലോ പറഞ്ഞത്. ഇപ്പൊ നമുക്ക് കവിതയിൽ നിന്ന് തിരക്കഥയിലേക്ക് അങ്ങനെ ഒരു സാധ്യത നമുക്ക് കാണാൻ കഴിയും. ഇപ്പൊ കുട്ടിയുടെ മണ്ണിനടിയിൽ വേരുകൾ കൊണ്ട് കെട്ടിപ്പിടിക്കുന്നു, ഇലകൾ തമ്മിൽ തൊടുമെന്ന് പേടിച്ച് നാം അകറ്റി നട്ടമരങ്ങൾ. ഈ വരി നമുക്ക് ഒരു ദൃശ്യമാക്കി ഒരു മൈക്രോഫിലിം
ആക്കിയിട്ടെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സാധ്യത ഉണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഇപ്പോ കവിതയിൽ നിന്ന് ഇപ്പോ തോരാമൊഴിയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും തോന്നുന്നു. പക്ഷേ കുറെ കൂടി ദൃശ്യഭാഷയും അല്ലെങ്കിൽ ഒരു കഥാ രൂപമൊക്കെ ഉള്ളത് കൊണ്ടേ അല്ലാത്ത ചില കവിതകൾ നമുക്ക് അങ്ങനെ ഒരു കവിതയെ അനുഭവിപ്പിക്കുന്ന ഏകദേശം അതേ പ്രതീതിയൊക്കെ നമുക്ക് നൽകാൻ കഴിയും ഒരു ദൃശ്യത്തിൽ. നല്ല ചോദ്യമാണ്. പ്രസാദമാഷ് ഞാൻ ആദ്യം തന്നെ നന്ദി പറഞ്ഞു, കാരണം പ്രസാദമാഷാണ് എന്നെ ആദ്യത്തിലേക്ക് വിളിച്ചത്. പിന്നെ നല്ല ചോദ്യമാണ്. അതില് പക്ഷെ എങ്ങനെ തോന്നുന്നത് എന്നുള്ളതാണ് എന്റെ അത് അങ്ങനെ ചെയ്യാൻ അത് പറ്റുമോ ഞാൻ പറയാം. അതായത് അതിന്റെ സാധ്യത ആഖ്യാന സ്വഭാവമുള്ള കവിത ചെയ്യാൻ പറ്റും. ആഖ്യാന കവിതകളുണ്ടല്ലോ, അതിനകത്ത് കഥയുടെ അംശങ്ങൾ ഉള്ളത് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ വെറും ഈ അമൂർത്തമായ ഇമേജുകളിൽ നമുക്ക് സിനിമയിലാക്കാൻ പ്രയാസമാണ്. അതിനെ പിന്നെ നമ്മൾ ആഖ്യാനാത്മകമാക്കി മാറ്റണം. അതിനകത്ത് ഈ പറയുന്ന ഈ മരങ്ങളുടെ കാര്യം അതിലെ വിഷ്വൽസ് എല്ലാം കാണിച്ച്, എന്നാലും അതിന് കുറച്ചൊരു അമൂർത്തമായത് ചെയ്യാൻ കുറച്ചൊരു പ്രയാസമുണ്ട്. അല്ലെ പിന്നെ അതിന് മനുഷ്യരെ കഥാപാത്രമായി കൊണ്ടുവരണം. രണ്ട് വിഭാഗത്തിൽപ്പെട്ട, രണ്ട് മതത്തിലോ ഒക്കെ പെട്ട ആൾക്കാരെ, കുട്ടികളെ അകറ്റാൻ ശ്രമിക്കുന്നതും പിന്നെ അവര് അതൊക്കെ മറികടന്നുകൊണ്ട് അവരുടെ വേരുകൾ ഒന്നാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ട് അവർ ഒന്നാവുന്നതും ആ രീതിയിലേക്കുള്ള രീതിയിൽ എന്തെങ്കിലും കൊണ്ടുവരണം. കുറച്ച് പ്രയാസമുണ്ട് ഈ രീതിയിലുള്ള ബിംബങ്ങൾ കൊണ്ടുവരണം. അപ്പോൾ പ്രധാനമായിട്ടും മൂർത്തമായ തോരാമഴ വളരെ എളുപ്പമാണ്, കാരണം മൂർത്തമായ കാര്യങ്ങൾ അതിൽ വരുന്നത് മിക്കവാറും. അപ്പൊ അതുകൊണ്ട് ആ വിഷ്വൽസ് ഉണ്ടാക്കാൻ പ്രയാസമാണ്. മറ്റേത് കുറച്ച് അമൂർത്തതയിൽ നിന്ന് മൂർത്തമാക്കി അതിനെ മാറ്റിയിട്ട് നമുക്ക് ചെയ്യേണ്ടി വരും. ആ ഒരു വ്യത്യാസമുണ്ട് അതിൽ. സാർ, ചാറ്റ് ബോക്സിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് സാർ, അത് വായിക്കാൻ പറ്റില്ലെങ്കിൽ ഞങ്ങൾ വായിക്കണോ? ഇവിടെ ഇതിൽ കാണുന്നില്ലല്ലോ എന്റെ. ഒന്ന്, തിരക്കഥയിൽ ഗാനങ്ങൾ ഉൾപ്പെടുത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തൊക്കെയാണ്? ഗാനങ്ങൾ അനിവാര്യമാണോ എന്നാണ് ഒരു ചോദ്യം. ശരിക്ക് സാധാരണ ആൾക്ക് സിനിമക്ക് ഗാനങ്ങൾ അനിവാര്യമല്ല. ലോകത്തെ പ്രധാനപ്പെട്ട സിനിമകളിലൊന്നും അങ്ങനെ ഗാനങ്ങളില്ല. പക്ഷേ ഇന്ത്യയിലെ സവിശേഷ സാഹചര്യത്തിൽ നമ്മുടെ സിനിമയുടെ ഭാഗമാണ് ഗാനങ്ങൾ. അതിന് കാരണമുണ്ട്. ഇന്ത്യൻ സിനിമ എന്ന് പറയുന്നത് പാഴ്സി സംഗീത നാടകങ്ങളുടെ സ്വാധീനത്തിൽ ഉണ്ടായതാണ്. ആദ്യകാലത്തെ സിനിമക്കാർ ഇതിനെയാണ് മാതൃകയാക്കിയത്. അപ്പോൾ ആ സംഗീത നാടകങ്ങളിൽ ധാരാളം പാട്ടുണ്ടായിരുന്നു. ഹിന്ദി, മറാത്തി സിനിമകളിലും പാട്ടുണ്ടായി. നമ്മുടെ നാട്ടിലാണെങ്കിൽ തമിഴ് സംഗീത നാടകങ്ങളുടെ സ്വാധീനമാണ് സിനിമയിൽ പാട്ട് വരാൻ കാരണം. അപ്പൊ ആദ്യകാലം മുതൽ സിനിമയിൽ പാട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിന്റെ യുക്തി നമ്മൾ പരിശോധിക്കുന്നില്ല, അത് അതിന്റെ ഭാഗമായിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് പാട്ട് നിലനിൽക്കുന്നു. നല്ല കാര്യം തന്നെ. സാധാരണ നിലക്ക് തിരക്കഥയില് രണ്ട് രീതിയിലാണ് പാട്ട് വരുന്നത്. ഒന്ന്, ആ കഥയിലെ കുറെ ഭാഗങ്ങൾ അത് ഈ പാട്ടിലൂടെ ചുരുക്കി പറയാം. അങ്ങനെ ഈ കഥാംശം തന്നെ ദൃശ്യവൽക്കരിക്കുന്ന രീതിയിലുള്ള പാട്ടുകൾ, ആ പാട്ട് സിനിമയെ കുറെ കൂടി വളർത്താൻ വേണ്ടി സഹായിക്കാറുണ്ട്. പിന്നെ വെറുതെ ഈ പാട്ടിന് വേണ്ടിയുള്ള പാട്ടും അതാണ് കൂടുതലും വരുന്നത്. ഇപ്പൊ പ്രണയരംഗത്ത് ഒക്കെ പാട്ടുകൾ കൊടുക്കുന്നു. അപ്പൊ അതിനകത്ത് ഇതായിട്ട് വലിയ ബന്ധമൊന്നുമില്ലാത്ത സ്വപ്ന തുല്യമായ കുറെ ദൃശ്യങ്ങൾ കാണിക്കുന്ന രീതിയിലുള്ള പാട്ടുകൾ. അപ്പൊ തിരക്കഥ എഴുതുന്ന ആള് പാട്ട് നിർബന്ധമാണെങ്കിൽ, സാധാരണ ആൾക്ക് തിരക്കഥാകൃത്ത് നല്ല പാട്ട് വേണമെന്ന് നിർബന്ധിക്കുക. അത് നിർമ്മാതാവോ സംവിധായകനോ, കാരണം അത് അതിൻ്റെ ഒരു പ്രചാരത്തിന് വേണ്ടി കൂടി, അതിന്റെ വിൽപ്പനക്ക് വേണ്ടി കൂടിയാണല്ലോ ഇത് ചെയ്യുന്നത്. അപ്പൊ എന്താണ് പാട്ടിന്റെ ധർമ്മം സിനിമയിൽ എന്നതിനെ കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടാവണം. അല്ലെങ്കിൽ പ്രണയരംഗം പിന്നെ ഒരു ഗാനം എന്നേ പറയും. അപ്പൊ ഈ സ്ക്രിപ്റ്റിന്റെ ഒരു അടിസ്ഥാനത്തിൽ നല്ല ഗാനരചയിതാവാണെങ്കിൽ ഈ സ്ക്രിപ്റ്റിന്റെ മൊത്തം ആശയങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിന് പറ്റുന്ന, അതിനെ അവിടെ കൂട്ടിച്ചേർക്കാവുന്ന, കുറച്ചും കൂടെ അതിനെ വളർത്തുന്ന, അതിന് പൂരകാവുന്ന തരത്തിലുള്ള വരികളൊക്കെ വെച്ച് അതിനെ കുറച്ചുകൂടെ വികസിപ്പിക്കും. അല്ലെങ്കിൽ എവിടെയും പാടാൻ പറ്റുന്ന പാട്ടും ചില സിനിമയിൽ കാണാം. ഇപ്പൊ ഈ റഫീഖ് അഹമ്മദിന്റെ മൊയ്തീനിലത്തെ പാട്ടുണ്ടല്ലോ, കാത്തിരുന്ന് കാത്തിരുന്ന് പുഴ മെലിഞ്ഞു, അതൊക്കെ ആ സിനിമക്ക് വളരെ അത്യാവശ്യമായ, സിനിമയിലൊക്കെ ബിംബങ്ങളുമായി യോജിച്ച് വരുന്ന വരികളാണ്. കാത്തിരുന്ന് കാത്തിരുന്ന് പുഴ മെലിഞ്ഞു എന്ന് പറയുമ്പോൾ മഴയെ കാത്തിരുന്നിട്ടാണ് പുഴ മെലിയുന്നത്. അപ്പോ മഴയും ആ സിനിമയും തമ്മിലുള്ള ബന്ധം, പുഴയില് ആണ് മൊയ്തീൻ മരിക്കുന്നത് എന്നുള്ള കാര്യം. അപ്പൊ ഇങ്ങനെ ഇതിന്റെ എല്ലാം ബിംബങ്ങളെ ശരിക്കും ആവാഹിച്ചെടുത്തിട്ടാണ് ആ വരി എഴുതിയിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള സിനിമയായിട്ട് എത്തി ചേർന്ന് വരുന്ന പാട്ടുകളുണ്ട്, അതല്ലാത്ത എവിടെയും ഉപയോഗിക്കാൻ പറ്റുന്ന പാട്ടുമുണ്ട്. അപ്പൊ അതുകൊണ്ട് എല്ലാ
പാട്ടും ഒരുപോലെയല്ല. ആ സിനിമയിലെ ധർമ്മത്തിനനുസരിച്ചിട്ടാണ് ഈ പാട്ടിന്റെ ആവശ്യകത നമുക്ക് നിർണ്ണയിക്കാൻ പറ്റുക. ഒരു സുദർശൻ പുത്തൂർ എന്ന് പറഞ്ഞ ആള് ചോദിച്ചത്, നല്ല കഥകൾ, അദ്ദേഹം വിചാരിക്കുന്നത് കൂടുതൽ പ്രസിദ്ധമായ കഥകൾ നടത്തലെന്ന് തോന്നുന്നു, തിരക്കഥകളാക്കുമ്പോൾ കഥയുടെ ആത്മാംശം നഷ്ടപ്പെടുന്നതായി തോന്നിയിട്ടുണ്ട്. എന്താവാം അതിന് കാരണം? അത്തരത്തിൽ കഥയുടെ ആത്മാവ് നഷ്ടപ്പെടുന്നത് അഭികാമ്യമാണോ? ഈ പ്രശ്നത്തെ മറികടക്കാൻ കഴിയുമോ എന്നാണ്. അത് നേരത്തെ പറഞ്ഞതുപോലെ ഈ മാധ്യമ സ്വഭാവത്തിൽ ഒരു മാറ്റം വരും. ഈ മീഡിയസി പറഞ്ഞല്ലോ, മാധ്യമത. ഇപ്പൊ കഥയിൽ നിന്ന് തിരക്കഥയിലേക്ക് വരുമ്പോ, സിനിമയിലേക്ക് വരുമ്പോ മാധ്യമ സ്വഭാവത്തിൽ മാറ്റം വന്നു. ആദ്യത്തെ വാക്കാണ്. നമുക്ക് വാക്ക് എന്ന് പറയുന്നത് നമുക്കല്ല, പ്രതീകാത്മകമാണ്, നമുക്ക് മനസ്സിൽ കാണാൻ പറ്റും. പക്ഷെ അത് ദൃശ്യമായിട്ട് മാറുമ്പോൾ അത് ഒറ്റ ദൃശ്യത്തിലേക്ക് ചുരുങ്ങും. ഇപ്പൊ രാവണനെ നമുക്ക് കഥയിൽ വായിക്കുമ്പോൾ നമുക്ക് സാധാരണ പറയുന്നതാണ്, എല്ലാവരുടെ മനസ്സിലും ഉള്ളത് വ്യത്യസ്തമായ രാവണനാണ്. എന്റെ മനസ്സിലെ രാവണനല്ല നിങ്ങളുടെ മനസ്സിലെ രാവണൻ. പക്ഷെ സിനിമയിലേക്ക് വരുമ്പോൾ എല്ലാവരും കാണുന്ന ഒറ്റ രാവണനെയാണ്. ഈ ഒരു പരിമിതി ഉണ്ട്. അതുകൊണ്ട് ചില തരത്തിലുള്ള കഥകൾ, അതായത് ഈ ഭാവനാത്മകതക്ക് കൂടുതൽ ഭാവനയ്ക്ക് പ്രാധാന്യം കൊടുത്ത് എഴുതിയ കൂടുതൽ അമൂർത്തമായ സംഗതികൾ വരുന്ന ഒരു കഥ സിനിമയാക്കി മാറ്റുമ്പോൾ ഈ ഒരു പ്രശ്നം തോന്നാറുണ്ട്. കാരണം അമൂർത്തമായത് എല്ലാ സിനിമയിലും കൊണ്ടുവരാൻ പറ്റില്ല. അതിനെ മൂർത്തമാക്കി മാറ്റുമ്പോൾ ചില പ്രശ്നങ്ങൾ വരും. അപ്പൊ അങ്ങനെയുള്ള ചില പരിമിതികൾ വരാറുണ്ട്. അപ്പൊ അത് സിനിമയാക്കാൻ പറ്റുന്ന സാധനം മാത്രമേ സിനിമയാക്കാവൂ. എല്ലാ കഥയെടുത്ത് നമുക്ക് സിനിമയാക്കാൻ ആവശ്യമില്ല. കാരണം അത് കഥ എന്നുള്ള നിലക്ക് തന്നെ ആയിരിക്കും ചിലത് നന്നായി നിൽക്കുക. അപ്പൊ ഈ ക്യാമറയുടെ ഒരു രീതി അനുസരിച്ച് ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് മാറ്റാൻ പറ്റുന്ന കഥകളെ ആണ് നമ്മൾ കാര്യമായിട്ട് സാധനം തിരഞ്ഞെടുക്കാറ്. പിന്നെ അത്രയും പ്രതിഭാശാലിയായ സംവിധായകനാണെങ്കിൽ അദ്ദേഹം ഇത്തരത്തിൽ അമൂർത്തമായ കാര്യങ്ങളും ചിലപ്പോൾ പുതിയ രീതിയിൽ സിനിമയിലാക്കി വരും. എന്തായാലും ഈ ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എത്ര കഴിവുണ്ടെങ്കിലും ഈ ഒരു സംഗതി നടക്കുന്നില്ലെങ്കിൽ പിന്നെ അത് പരാജയപ്പെട്ടു പോകും എന്നുള്ളതാണ്. ടീച്ചിങ്ങായിട്ട് ബന്ധപ്പെട്ടാണ് മറ്റൊരു ചോദ്യം വന്നത്. ഇത് എഴുതാനുള്ള തിരക്കഥ എഴുതാനുള്ള വർക്ക് ഇൻഡിവിജ്വൽ ആയിട്ടാണോ കൊടുക്കേണ്ടത്? അതായത് സംഘപ്രവർത്തനമായിട്ടാണോ വ്യക്തിപ്രവർത്തനമായിട്ടാണോ കൊടുക്കണമെന്ന് ഉദ്ദേശിക്കുന്നത്? അത് ഇൻഡിവിജ്വലായിട്ട് കൊടുക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. അപ്പൊ അവർക്ക് അവരുടേതായ രീതിയിൽ ഒരു പരിമിതികളോടാണ് അവർ എഴുതുന്നത്. ഗ്രൂപ്പായിട്ട് വരുമ്പോൾ എന്താ വെച്ചാല് മറ്റേ ആള് പറയുന്നത് ചിലപ്പോൾ ഒരാൾ പറയുന്നത് മറ്റൊരാൾ എഴുതിയെടുക്കലായിരിക്കും. അപ്പൊ ഈ നമ്മുടെ ഈ ചിന്താ പ്രക്രിയ എന്ന് പറഞ്ഞ് ശരിക്കും നടക്കണമെന്നില്ല. അപ്പൊ ഒറ്റക്കം വേറെ നിവൃത്തിയില്ലല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും അവർ എന്നെ കഥ വളരെ സൂക്ഷ്മമായി വായിച്ച് അതിലെ കാര്യങ്ങൾ ആലോചിച്ച് എഴുതി ഉണ്ടാക്കുമല്ലോ. അപ്പൊ കുറച്ചുകൂടെ അവരുടെ ഉള്ളിൽ ഈ ഒരു പ്രക്രിയ നടക്കും. അങ്ങനെ ഒരു വ്യത്യാസം കാണുന്നുണ്ട്. അപ്പൊ ഇൻഡിവിജ്വലായിട്ട് കൊടുക്കുന്നതിനാണ് നല്ലത്. തീരെ നിവൃത്തിയില്ലെങ്കിൽ പിന്നെ രണ്ടുപേരെ വെച്ചിട്ട് അധികം പേരെ വെക്കാൻ പാടില്ല. രണ്ടുപേരെ വെച്ചിട്ട് വേണമെങ്കിൽ ചർച്ച ചെയ്ത് എഴുതിയാലും കുഴപ്പമില്ല. വളരെ വ്യത്യസ്തമായ വേറൊരു ചോദ്യം കൂടെ ഉണ്ട്. അൻഫസുൽ അരിഫിൻ. അത് വ്യത്യസ്തം എന്ന് പറയാൻ കാരണം പുള്ളി ആദ്യം തന്നെ വന്ന് പരിചയപ്പെടുത്തിയത് കഥ എഴുതുന്ന ആളാണ്, തിരക്കഥ എഴുതാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അദ്ദേഹം ചോദിക്കുന്നത്, ഞാൻ തിരക്കഥ എഴുതി അത് സിനിമയാക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന്. തിരക്കഥ സിനിമയാക്കണമെങ്കിൽ സിനിമക്കാരെ സമീപിക്കുക. അപ്പോ സിനിമാ സംവിധായകരെയോ നിർമ്മാതാക്കളെയോ സമീപിച്ച് വ്യത്യസ്തമായ അവർക്ക് പറ്റുന്ന രീതിയിലുള്ള കഥയാണെങ്കിൽ അവർ സ്വീകരിക്കും. ആ രീതിയിൽ ഇപ്പൊ ചെയ്യാൻ പറ്റും. ഇപ്പോ കാരണം അവർക്ക് അവരുടെ കാഴ്ചപ്പാടുണ്ടാവും. ഇപ്പോ വെറും ഈ കച്ചവട അടിസ്ഥാനത്തിൽ മാത്രം സിനിമ എടുക്കുന്ന ഒരാൾക്ക് നിങ്ങളുടെ കഥ സ്വീകാര്യമായിരിക്കണം എന്നില്ല. പിന്നെ അതിനകത്ത് അവരുദ്ദേശിക്കുന്ന സംഗതികൾ വരുന്നുണ്ടോ? അതിന് സാധാരണ അങ്ങനെയാണല്ലോ. ഈ കഥയൊക്കെ എഴുതുന്ന ആൾക്കാർ പോയി സിനിമക്കാരുടെ അടുത്ത് കഥ പറഞ്ഞ് പ്രൊഡ്യൂസർമാരെ ഒക്കെ കണ്ട് അങ്ങനെ ഒരുപാട് പണിയെടുത്തിട്ടാണ് ഇപ്പോൾ പലതും സിനിമയായിട്ട് വരുന്നത്. സിനിമ സംവിധായകരെയോ നിർമ്മാതാക്കളെയോ ഈ കഥ വായിച്ച് കേൾപ്പിക്കുക. ആ രീതിയിൽ അവർക്ക് സ്വീകാര്യമാണ് ചെയ്യല്ലേ. പിന്നെ സ്വന്തമായിട്ട് തന്നെ ആരെങ്കിലും പ്രൊഡ്യൂസർ കിട്ടുകയാണെങ്കിൽ ചെയ്യുക. ഇതാണ് ഇതിനുള്ള ഒരു വഴി എന്ന് പറയുന്നത്. ഷോർട്ട് ഫിലിമൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് തന്നെ ചെറിയ രൂപത്തിൽ അധിക ചെലവില്ലാതെ ചെയ്യാൻ പറ്റുമല്ലോ. ഒരു ചോദ്യം കൂടെ വന്നിട്ടുണ്ട്. നമ്മുടെ തലശ്ശേരി കോളേജിലെ ശോഭരാജ് മാഷാണ്. സാറിന് നമസ്കാരം പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. തിരക്കഥ പഠിപ്പിക്കുമ്പോൾ അതിലെ സാഹിത്യം ചർച്ച ചെയ്യേണ്ടതില്ലേ? അതുപോലെ അതിലെ ഭാഷാ പ്രയോഗങ്ങൾ
ഭാഷാ പ്രയോഗ സാധ്യതകൾ ഒരേ സമയം മാനക ഭാഷയും ഭാഷാഭേദവും തിരക്കഥയുടെ ഭാഗമായി വരാമല്ലോ. എന്താണ് മാഷിന്റെ അഭിപ്രായം? ഓൺലൈൻ ക്ലാസ്സുകൾ കലാപരമാക്കേണ്ടതിനെ കുറിച്ച് മാഷ് പറഞ്ഞ കാര്യം തീർച്ചയായും ശ്രദ്ധേയമാണ് എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. ഭാഷാ പ്രയോഗ സാധ്യതകളെ കുറിച്ച് തിരക്കഥയിലല്ലേ? തിരക്കഥയിൽ അത് മാനക ഭാഷയും ഭാഷാഭേദവും തിരക്കഥയുടെ ഭാഗമായി വരുന്നു. അത് ശരിയാണ്. കാരണം ഈ സംഭാഷണങ്ങൾ സ്വാഭാവികമായിട്ടും ഓരോ പ്രാദേശിക ഭാഷയിലാണല്ലോ വരിക. അപ്പൊ നമ്മുടെ സിനിമയിലെ സംഭാഷണം എന്ന് പറയുന്നത് തന്നെ വളരെ തമാശയുള്ള കാര്യമാണ്. നമ്മൾ സാധാരണ സിനിമയിൽ ഇപ്പൊ അത് മാറ്റം വരുന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു വീട്ടില് 4 പേരുണ്ടോ, 4 മക്കളുണ്ടോ, മൂത്ത ആൾ ഇന്നസെന്റ് ആയിരിക്കും, അതിന്റെ തൊട്ട് താഴെ മാമുക്കയായിരിക്കും, അതിന്റെ തൊട്ട് താഴെ വിജയരാഘവനായിരിക്കും, തൊട്ട് താഴെ സുരാജ് വെഞ്ഞാറുമുണ്ടായിരിക്കും. ഒറ്റ വീട്ടിലത്തെ കാര്യം പറഞ്ഞു. അപ്പൊ ഒരാള് തൃശ്ശൂർ ഭാഷ സംസാരിക്കും, ഒരാൾ തിരുവനന്തപുരം ഭാഷയായിരിക്കും, ഒരാള് കോട്ടയം ഭാഷയായിരിക്കും, ഒരാള് കണ്ണൂർ ഭാഷ, ഇങ്ങനെ ആയിരിക്കും. അപ്പൊ ശരിക്ക് അയുക്തികമാണ് നമ്മുടെ സാധാരണ മുമ്പൊക്കെയുള്ള സിനിമയിലെ ഈ സംഭാഷണം എന്ന് പറയുന്നത്. ആ നാട്ടിലെ ഭാഷയല്ല ആയിരിക്കില്ല. എന്നാൽ ഇപ്പം വളരെ മാറിയിട്ടുണ്ട്. ഇപ്പോ വളരെ പ്രാദേശികമായ സംഭാഷണം വരുന്നുണ്ട്. ആ പ്രദേശത്തിന് ലൊക്കേഷനെ അടിസ്ഥാനമാക്കിയ സംഭാഷണം വരുന്നുണ്ട്. അതിലിപ്പോ ശ്രദ്ധിക്കണം. സ്വാഭാവികമായും ഇപ്പം ഈട എന്ന് പറയുന്ന സിനിമയൊക്കെ എടുത്തപ്പോ ഇവിടെ തന്നെയുള്ള കുട്ടിയെ വെച്ച്, ഞങ്ങളുടെ അടുത്തുള്ള കുട്ടിയെ വെച്ചിട്ടാണ് ഡബ് ചെയ്തത്, സ്നേഹ എന്ന്. അപ്പൊ അങ്ങനെയുള്ള പ്രാദേശികതക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഭാഗ്യലക്ഷ്മിയോട് ഒരിക്കലും ഞാനൊരു ഇന്റർവ്യൂവിൽ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, അങ്ങനെയുള്ള സിനിമ ഒന്നും എനിക്ക് ഒരിക്കലും ഡബ് ചെയ്യാൻ പറ്റില്ല, എനിക്കൊരു മാനക ഭാഷയിലുള്ള സിനിമ മാത്രമേ ചെയ്യാൻ പറ്റൂ, കാരണം എന്റെ ഭാഷ അങ്ങനെയാണ്, മറ്റേ വലിയ പ്രയാസമാണെന്ന് തോന്നുന്നുണ്ട്. ഇപ്പൊ കൂടുതൽ പിന്നെ ഈ ഡബിങ് തന്നെ ഇപ്പൊ മാറിയിട്ട് കൂടുതൽ സ്പോട്ട് ഡബിങ് ആണല്ലോ വന്നുകൊണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും സിനിമയിലെ സംഭാഷണം ഈ രീതിയിൽ നമുക്ക് തീർച്ചയായിട്ടും പഠിക്കാൻ പറ്റുന്ന ഒരു വിഷയം തന്നെയാണ്. എങ്ങനെയാണ് ഒരു കണ്ണൂരിലെ ഭാഷ സിനിമയിൽ വരുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് തൃശ്ശൂർ ഭാഷ വരുന്നത്, അത് തീർച്ചയായിട്ടും അത് പഠിക്കാൻ പറ്റുന്ന ഒരു വിഷയം തന്നെയാണ്. ചാറ്റ് ബോക്സിൽ വന്ന ചോദ്യങ്ങൾ അവസാനിച്ചു. ഇനി ആരെങ്കിലും നേരിട്ട് ചോദിക്കാനുണ്ടാവും എന്ന് വിചാരിക്കാം. ഡ്രീം ഡാൻസസ് എന്ന് പറയുന്ന ഒരാളുടെ സ്ക്രീൻ പ്രസന്റ് ചെയ്യുന്നതുകൊണ്ട് ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് പറയുന്നുണ്ട്. ഒന്ന് സ്റ്റോപ്പ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. കൃഷ്ണകുമാർ സാർ. പക്ഷേ നമുക്ക് ഇത്തരം അനുവർത്തനം ഒക്കെ പഠിപ്പിക്കാനായിട്ട് അതിന്റെ തയ്യാറെടുപ്പിന് ഉപകരിക്കുന്ന കുറച്ച് വായനകളെ കുറിച്ച് പറയാം. പുസ്തകങ്ങൾ ഇതിനുവേണ്ടി തയ്യാറെടുപ്പിന് അധ്യാപക വിദ്യാർത്ഥികൾക്ക് ഉപകരിക്കുന്ന പുസ്തകങ്ങൾ, കഥയിൽ നിന്ന് തിരക്കഥയിലേക്ക് അതുപോലെയുള്ള പുസ്തകങ്ങൾ. ഈ തിരക്കഥയുമായി ബന്ധപ്പെട്ട ഒരുപാട് പുസ്തകങ്ങൾ ഇപ്പോൾ ലഭ്യമാണ്. കുറേ പുസ്തകങ്ങളുണ്ട്. മുമ്പ് ആദ്യകാലത്തൊന്നും പുസ്തകം കിട്ടിയിരുന്നില്ല. ഇപ്പോ ജോസ് കെ മാനുവലിന്റെ തിരക്കഥ സംബന്ധിച്ച് നല്ലൊരു പുസ്തകമുണ്ട്. അത് വളരെ ആധികാരികമായിട്ടുള്ള പുസ്തകമാണ്. അദ്ദേഹം തന്നെ 2-3 പുസ്തകം തിരക്കഥ സംബന്ധിച്ച് എഴുതിയിട്ടുണ്ട്. അപ്പൊ ജോസ് കെ മാനുവലിന്റെ പുസ്തകം നല്ലൊരു സ്റ്റഡിയാണ്. അപ്പോൾ അത് കുറച്ച് പണിയുണ്ട് അത് വായിച്ചു തീർക്കാൻ. അപ്പൊ അതിൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ വിശദമായിട്ട് തന്നെ നമുക്ക് കിട്ടും. അതുപോലെ ഈ തിരക്കഥ, പിന്നെ ഈ അരവിന്ദ് ദിവാറിന്റെ പുസ്തകം തിരക്കഥ പഠനമാണ്. എങ്ങനെ എഴുതാന്നുള്ളത് പ്രധാനമായിട്ടും ജോസ് കെ മാനുവൽ തന്നെയാണ് എഴുതിയിട്ടുള്ളത്. ഇത് കറണ്ട് ബുക്സ് ആണ് തോന്നുന്നത്, ഇറക്കിയിട്ടില്ല. അതിൽ പറയുന്നുണ്ട് ഈ അയാള് ഈ തിരക്കഥയുടെ എങ്ങനെയാണ് തിരക്കഥ വളർന്നു വരുന്നത്, ഉണ്ടാക്കിയെടുക്കേണ്ടതെന്ന് പറയുന്നുണ്ട്. അയാൾ ആദ്യം ചെറിയ നമ്മൾ ഉദ്ദേശിക്കുന്ന കഥയുടെ 2-3 എടുക്കാൻ പോകുന്ന സിനിമയുടെ 2-3 വരിയിൽ അത് ചുരുക്കി പറയാം. ആദ്യം പ്രമിസ് എന്ന് അദ്ദേഹം പറയുന്നത്. പിന്നെ അത് ഒരു പാരഗ്രാഫിലേക്ക് വികസിപ്പിച്ചിടുക, ഔട്ട്ലൈൻ എന്ന് പറയുന്നത്. പിന്നെ അത് ഈ കഥാരൂപത്തിലേക്ക് വികസിപ്പിച്ചിടുക, ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. പിന്നെ അത് സീനുകളായി തിരിക്കുക, സ്റ്റെപ്പ് ഔട്ട്ലൈൻ എന്ന് പറയുന്നത്. അവസാനം സ്ക്രീൻ പ്ലേ. അങ്ങനെ 5 ഘട്ടത്തിലൂടെയാണ് ഒരു തിരക്കഥ ഉണ്ടായി വരുന്നത് എന്നൊക്കെ വളരെ വിശദമായിട്ട് അതിൽ അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ ഈ ബോഡി ലാംഗ്വേജിനെ കുറിച്ചും ഈ നേരത്തെ പറഞ്ഞ ഈ ദൃശ്യഭാഷയെ കുറിച്ചും ഈ ദൃശ്യബിംബങ്ങളെ കുറിച്ചും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അദ്ദേഹം തിരക്കഥയെ കുറിച്ചുള്ള പുസ്തകത്തിൽ. നമ്മുടെ RVM ദിവാകരൻ മാസ്റ്റർ പുസ്തകവും
ഉപകരിക്കുന്നതായിരിക്കും അല്ലേ? അത് കഥയിൽ തിരക്കഥ പഠനങ്ങളാണ് ശരിക്കും. അതായത് മലയാളത്തിൽ തിരക്കഥകൾ എങ്ങനെയാണ് വികാസം പ്രാപിച്ചത്, അങ്ങനെ അതുമായി ഇതൊക്കെ നമ്മളെ സഹായിക്കുന്ന ദിവസം തന്നെയാണ്, സംശയമൊന്നുമില്ല. വിജയകൃഷ്ണൻ മാഷിന്റെ കഥയും സിനിമയും അതും അതെ 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 അതെ. കുറേ പുസ്തകം ഇപ്പോ നൂറുകണക്കിന് പുസ്തകങ്ങൾ ഇപ്പൊ സിനിമയെ കുറിച്ചുണ്ട്. അത് എല്ലാറ്റിലും ചില ഭാഗങ്ങൾ ഇപ്പൊ ശരിക്കും തിരക്കഥയായിട്ട് ബന്ധപ്പെട്ട ഒരു 10-15 പുസ്തകങ്ങൾ ഇപ്പൊ ലഭ്യമാണ്. ലൊക്കേഷൻ തിരക്കഥാകാരൻ തന്നെ എഴുതുന്നതിനെ കുറിച്ചുള്ള അഭിപ്രായം ഒരാൾ ചോദിച്ചിട്ടുണ്ട്. തിരക്കഥ എഴുതുന്നതിന്റെ ഇടയിൽ ലൊക്കേഷൻ തിരക്കഥാകാരൻ തന്നെ എഴുതി കൊടുക്കേണ്ടതുണ്ടോ എന്നാണ് ചോദ്യം. തിരക്കഥ എഴുതുന്നത് ലൊക്കേഷൻ കൂടി തിരക്കഥാകാരൻ എഴുതുന്നതിനെ കുറിച്ചുള്ള അഭിപ്രായം. അല്ല, നമ്മളിപ്പോ ഒരു കഥ പറയുമ്പോ അത് എവിടെയാണ് നടക്കുന്നത് അതിനെ കുറിച്ചിട്ട് കൃത്യമായ ഒരു നിർദ്ദേശം ആദ്യം വേണമല്ലോ. ഇപ്പൊ ഒരു മലമ്പ്രദേശത്ത് നടക്കുന്നതാണോ, ഒരു കടൽ തീരത്ത് നടക്കുന്നതാണോ, നഗരത്തിലാണോ, നാട്ടിൻപുറത്താണോ, വിദേശ രാജ്യം എവിടെയാണ്? അപ്പൊ ഇങ്ങനെ ഒരു കഥ ഉണ്ടാവുമ്പോൾ കഥാപാത്രത്തിന്റെ കൂടെ തന്നെ സ്വാഭാവികമായും അവരുടെ ആ ഒരു ദേശം, ആ പ്രദേശം എന്തായാലും വരുമല്ലോ. സ്വാഭാവികമായിട്ടും ലൊക്കേഷൻ, ആ ലൊക്കേഷൻ എന്ന് പറയുന്നത് സിനിമ പ്രധാനപ്പെട്ടതാണ്. ചില കഥകൾക്ക് അവിടെ മാത്രമേ സാധ്യതയുണ്ടോ, ഒരു മലപ്രദേശം മാത്രമേ ആ കഥക്ക് സാധ്യതയുണ്ടോ. ആ കഥ വെച്ചിട്ട് നമുക്കൊരു കടപ്പുറത്ത് അത് കഥ ഉണ്ടാക്കാൻ പറ്റില്ല, സിനിമ ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം അതിലെ കഥാപാത്രങ്ങളും ആ സംഭവങ്ങളൊക്കെ അവിടെ മാത്രം നടക്കും. അങ്ങനെയുള്ളതുണ്ട്. സ്വാഭാവികമായും കഥ എഴുതുന്ന ആള് തന്നെയാണ് ഈ ലൊക്കേഷൻ നിർദ്ദേശം കൊടുക്കുക. അപ്പൊ അങ്ങനെ ലൊക്കേഷൻ കണ്ടെത്തലാണ് സംവിധായകന്റെ പണി. ഒരു സ്ഥലം മലയുടെ ഭാഗമാണെങ്കിൽ ഒരു സ്ഥലത്ത് എടുക്കുക. മീറ്റിംഗ് ഉണ്ടല്ലോ ഇഷ്ടംപോലെ നടത്താറോ. വേറെ സ്ഥലത്ത് ഷൂട്ട് ചെയ്തിട്ട് ഇത് മലയുടെ ഭാഗമെന്ന് കാണിക്കാൻ പ്രയാസമില്ലല്ലോ. അതുപോലെ വേറൊരു ചോദ്യം കൂടെ വന്നിട്ടുണ്ട്. തിരക്കഥയിൽ നമ്മൾ എഴുതിയ സംഭാഷണങ്ങൾ പിന്നീട് സിനിമയാവുമ്പോൾ കൂട്ടലും കുറയ്ക്കലും, അതായത് ക്യാരക്ടേഴ്സ് തങ്ങളുടെ കയ്യിൽ നിന്ന് പുതിയ സംഭാഷണം എടുത്തിടുന്ന രീതി ഉണ്ടാവുമോ? അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന്? അത് തിരക്കഥാകൃത്ത് എഴുതി വെച്ചത് മുഴുവൻ അതേപോലെ സിനിമയാക്കണം നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ല. കാരണം ഇതിന്റെ പ്രായോഗികത ഒരു പ്രശ്നമാണ്. ഷൂട്ട് ചെയ്ത് വരുമ്പോൾ ഈ പറഞ്ഞ സാധനങ്ങൾ അതുപോലെ എടുക്കാൻ പറ്റിയെന്ന് വരില്ല. ചിലപ്പോൾ നമുക്കത് ഒഴിവാക്കേണ്ടി വരും, ചിലപ്പോൾ ചിലത് കൂട്ടിച്ചേർക്കേണ്ടി വരും. അങ്ങനെ ഒരുപാട് പ്രായോഗിക പ്രശ്നങ്ങൾ അവിടെ വരും. ചിലതെല്ലാം നമ്മൾ ഡയലോഗ് മാറ്റേണ്ടി വരും. അങ്ങനെ ചില സംഗതികൾ നടക്കാറുണ്ട്. അപ്പോൾ സ്വാഭാവികമായും തിരക്കഥയിൽ ചില സംഭാഷണങ്ങളൊക്കെ മാറ്റം വരുത്തേണ്ടി വരും. പിന്നെ ചില സ്ഥലത്ത് സ്ക്രിപ്റ്റിൽ എഴുതാതെ തന്നെ ചില സംഗതികൾ നടന്മാർ സ്വന്തമായിട്ട് ഉണ്ടാക്കി പറയേണ്ടി വരും. അവരുടെ ഒരു മനോധർമ്മം അനുസരിച്ച് പറയേണ്ടി വരും. പൊതുവെ നമ്മുടെ ഈ മെയിൻ സ്ട്രീം സിനിമയിലൊക്കെ കാണാറുണ്ട്. ഇപ്പം ജഗതിയെ പോലെ ആളുകളെ കുറിച്ച് പറയാറുണ്ട്. ജഗതി ചേട്ടൻ ഒരു കോമഡി കാണിക്കുന്നു, അല്ലെങ്കിൽ കഥാപാത്രം കോമഡി കാണിക്കുന്നത് മാത്രം ഈ തിരക്കഥാകൃത്ത്. കാരണം തിരക്കഥാകൃത്ത് അതിനപ്പുറം എന്താണ് അവിടെ കാണിക്കേണ്ടതെന്ന് ചിലപ്പോൾ അദ്ദേഹത്തിന് പിടിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അതിനേക്കാൾ ഇദ്ദേഹം കാണിക്കുന്നു വെച്ചിട്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള നടന്മാര് ആ സന്ദർഭത്തിനനുസരിച്ച് അവിടെ നിന്ന് അവരുടെ മനോധർമ്മം അനുസരിച്ച് പുതിയ എന്തെങ്കിലും സംഭാഷണമൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കാം. ഇംപ്രവൈസേഷൻ എന്ന് പറയല്ലോ, ഇംപ്രവൈസേഷൻ. ഇപ്പം നമ്മുടെ പല സിനിമകളിലും ഇംപ്രവൈസേഷൻ രീതിയിൽ തന്നെ വരുന്നുണ്ട്. അത് സാഹചര്യം പറഞ്ഞു കൊടുത്തിട്ട് അവര് അതിന് പറ്റുന്ന ഡയലോഗ് ഉണ്ട്. അപ്പൊ വളരെ സിനിമയിലെ കൂടുതൽ ഈ പറയുന്ന സ്വാഭാവികതയിലേക്ക് ഒന്നുകൂടി അതുകൊണ്ടിപ്പോ ഡബിങ്ങിന് ഇല്ലാതാവുന്ന അതുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് നേരത്തെ കാലത്ത് എഴുതി വെച്ച സംഭാഷണം അവിടെ നടക്കണമെന്നില്ല. ആ സിറ്റുവേഷന് പറ്റിയ രീതിയിൽ ആശയം ഇതായിരിക്കണം എന്ന് പറഞ്ഞ് ഇംപ്രവൈസ് ചെയ്തിട്ടാണ് ഇപ്പോൾ പല സിനിമകൾ എടുക്കുന്നത്. കുറെ കൂടി സ്വാഭാവികത ഉള്ളതായിട്ടും വരും. അതൊരു തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. ഹലോ സാറേ, ഒന്ന് ചോദിച്ചോട്ടെ സാറേ. ഈ തിരക്കഥ പോലെ തന്നെ പ്രാധാന്യമുള്ളതല്ലേ നമ്മുടെ സംവിധായകൻ എന്നുള്ളത്? ഉദാഹരണമായി തിരക്കഥയിൽ എഴുതി വെച്ച ഒരു കാര്യം പല സംവിധായകരും എടുക്കുമ്പോൾ അത് വ്യത്യസ്തമായിട്ട് വരാറുണ്ട്, അവരുടെ ആ ഒരു പ്രതിഭ അനുസരിച്ച്. ഉദാഹരണമായിട്ട് സാറ് പറഞ്ഞ ചില കാര്യങ്ങൾ നമുക്ക് ഒരാളുടെ ദുഃഖം, ഒരാളുടെ കണ്ണുകളിൽ ദുഃഖത്തിന്റെ കടലിരമ്പം എന്ന് പറയുമ്പോൾ സാറ് നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞാണ് അയാളുടെ മുഖവും ഒരു കടലും കാണിച്ചാൽ അത് പറ്റുമെന്ന്. അപ്പോൾ യഥാർത്ഥത്തിൽ അതിപ്പോൾ പശ്ചാത്തലവും അയാളുടെ കണ്ണുകളും കടലും അസ്തമന ആകാശവും അങ്ങനെ കൂട്ടിക്കലർത്തിയിട്ട്
അയാളുടെ ഉള്ളിലുള്ള ഇരമ്പുന്ന കടലിനെ ആവിഷ്കരിക്കാൻ അത് പറ്റുന്നതാണല്ലോ. പ്രതിഭാധനന്മാരായ സംവിധായകർ അങ്ങനെ ചെയ്യാറുണ്ട് തോന്നുന്നു. പക്ഷെ ചിലർ അതിൽ പരാജയപ്പെടുകയും ചെയ്യും. ഞാൻ ചോദിച്ചത്, തിരക്കഥയിൽ തിരക്കഥയോളമോ അല്ലെങ്കിൽ അതിലപ്പുറമോ ഒരു പ്രാധാന്യ സംവിധായകനില്ലേ? ഒന്നുകൂടി ഇപ്പൊ നമ്മൾ പറയാറുണ്ട് തസ്രാക്കിൽ മഴ സമാധി കൊണ്ടു. ഈ ഒരു എഴുതി വെക്കുന്ന ഈ ഒരു രൂപം ചിലപ്പോൾ ഒരു നല്ല പ്രതിഭാധനനായിട്ടുള്ള ഒരു സംവിധായകനാണെങ്കിൽ അത് നമുക്ക് ആ എഴുതി വെച്ചത് അതേപടി നമുക്ക് അനുഭവിക്കാൻ പറ്റും. അപ്പോഴാണ് നമ്മൾ കുറ്റം പറയുന്നത് അതൊരു ആർട്ട് സിനിമയാണ്, കുറെ നേരം മഴ കാണിച്ചിട്ടൊക്കെ. അപ്പൊ ആ ഒരു അനുഭവമല്ലേ? അപ്പൊ എന്റെ ചോദ്യം ഇതാണ്, തിരക്കഥയോളം തന്നെ ഒരു കുറച്ചുകൂടി പ്രാധാന്യം സംവിധായകന് കൂടിയില്ലേ? സാർ നേരത്തെ ക്യാമറാമാൻ എന്നുള്ള രീതിയിലൊന്ന് സംസാരിച്ചു. ശരിക്ക് സംവിധായകനാണ് സിനിമ. സംവിധായകനാണ് ഇതെല്ലാം അവസാനമായിട്ട് എല്ലാം യോജിപ്പിച്ചുകൊണ്ടുവന്ന അയാളാണല്ലോ. അപ്പൊ അദ്ദേഹത്തിനുള്ള അനേക ഉപാധികളിൽ ഒന്നാണ് സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. ഇതേപോലെ പ്രാധാന്യം ക്യാമറാമാനോ അഭിനേതാക്കൾക്കും ഒക്കെ എഡിറ്റർക്കൊക്കെ പ്രാധാന്യമുണ്ട്. ഈ എത്ര നല്ല സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയിട്ടും കാര്യമില്ല, സംവിധാനത്തിൽ അത് മികച്ചു നിൽക്കണം. ഈ സ്ക്രിപ്റ്റിൽ നിന്നും നല്ലൊരു സിനിമ ഉണ്ടാക്കിയെടുക്കാൻ സംവിധായകനാണ് സാധിക്കേണ്ടത്. അപ്പൊ ഒരേ സ്ക്രിപ്റ്റ് തന്നെ ഈ പറഞ്ഞതുപോലെ പല ആളുകൾ ചെയ്യുമ്പോൾ പല സിനിമ എഴുതിയിരുന്നത് അതുകൊണ്ടാണ്. അപ്പൊ ഈ എഴുതി വെച്ചിരിക്കുന്ന സാധനത്തിൽ നിന്ന് എങ്ങനെയാണ് നല്ല ദൃശ്യങ്ങൾ ഉണ്ടാക്കേണ്ടത്, അർത്ഥപൂർണമായ ദൃശ്യങ്ങൾ ഉണ്ടാക്കേണ്ടത് എന്ന് അതിൻ്റെ ഒരു ആന്തരാർത്ഥം, നമ്മൾ ഈ സബ് ടെക്സ്റ്റ് എന്ന് പറയല്ലോ, ധ്വനിപാഠം, ഇതിന്റെ ധ്വനിപാഠം മനസ്സിലാക്കി അതിനെ ദൃശ്യമാക്കി മാറ്റുക എന്നുള്ളത് സംവിധായകന്റെ ജോലിയാണ്. അതുകൊണ്ട് സാധാരണ പറയാറുണ്ട്, സംവിധായകൻ ചെയ്യേണ്ടത് തിരക്കഥ ആദ്യം വായിച്ച് പഠിച്ചിട്ട് അത് മറക്കണം എന്നാണ്. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ തിരക്കഥ ഉണ്ടാക്കണം എന്നാണ്. അപ്പൊ അത്രമാത്രം ഇത് ആന്തരവൽക്കരിച്ചിട്ട് മാത്രമേ സംവിധായകനെ സിനിമയാക്കി മാറ്റാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് നല്ല സ്ക്രിപ്റ്റ് ഉണ്ടായതുകൊണ്ടൊന്നും കാര്യമില്ല. ഈ സംവിധായകന് ഈ ഇടപെടൽ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. അപ്പൊ അത് ഈ പറയും പോലെ എങ്ങനെയാണ് ഇദ്ദേഹം എഴുതി വെച്ചിരിക്കുന്ന കാര്യത്തെ കൂടുതൽ അർത്ഥപൂർണമായി ആളുകളിലേക്ക് എത്തിക്കേണ്ടത്, കൂടുതൽ ഭാവാത്മകമായി എത്തിക്കേണ്ടത്, അതിനെന്തെല്ലാം അവിടെ ഉപയോഗിക്കാം, ഇതെല്ലാം സംവിധായകനാണ് തീരുമാനിക്കുന്നത്. അവിടെ ഏത് ആംഗിൾ വെക്കാം, അവിടെ ഏത് ഷോട്ട് വെക്കാം, ഈ കാര്യങ്ങളിൽ സംവിധായകനെ തീരുമാനിക്കുന്നത്. അപ്പൊ നല്ല പണി സംവിധായകന് തന്നെയാണ് ഉള്ളത്. ഒരു സിനിമയിൽ ഇപ്പോൾ അരികുവൽക്കരണം ധാരാളമായി കാണുന്നു. കമ്മട്ടിപ്പാടം, തൊട്ടപ്പൻ, മഹേഷിന്റെ പ്രതികാരം തുടങ്ങിയവയിൽ ഇത്തരം സിനിമകളുടെ തിരക്കഥ ചെലുത്തിയ സ്വാധീനം വ്യക്തമാക്കാമോ എന്നാണ് ചോദ്യം. എങ്ങനെ അരികുവൽക്കരണം ഇപ്പോൾ ധാരാളമായി കാണുന്നുണ്ട്. കമ്മട്ടിപ്പാടം, മഹേഷിന്റെ പ്രതികാരം എന്നത് ഉദാഹരണമായിട്ട് കൊടുത്തതാണ്. ഇവയ്ക്ക് തിരക്കഥ ചെലുത്തിയ സ്വാധീനം, അതായത് തിരക്കഥയാണോ അല്ലെങ്കിൽ സംവിധായകന്റേതാണോ എന്ന അർത്ഥത്തിലാണെന്ന് എനിക്ക് തോന്നി ചോദ്യം. അത് ഇതെല്ലാം ചേർന്നാണല്ലോ സിനിമ. ഇപ്പൊ ഒരു സിനിമ ഉണ്ടാക്കാൻ ആരാണോ മുൻകൈ എടുക്കുന്നത് അയാൾക്ക് ഒരു വിഷയം എടുക്കണമെന്ന് തോന്നുമല്ലോ. ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ കൂടുതൽ കൂടുതൽ ഇത്തരത്തിലുള്ള ഈ കീഴാളർന്ന് നമ്മൾ വിളിച്ചിരുന്ന അരിവൽക്കരിക്കപ്പെട്ടിരുന്ന ആളുകൾക്ക് അവരുടെ പ്രക്ഷോഭത്തിന്റെയും മറ്റ് തരത്തിലുള്ള ഇടപെടലിന്റെയൊക്കെ ഭാഗമായിട്ട് പഴയതിനെ അപേക്ഷിച്ച് ഒരുപാട് പ്രാധാന്യം ലഭിച്ചുകൊണ്ട് വരുന്നു. ഇതൊരു ജനാധിപത്യവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് സംഭവിക്കുന്നതാണ്. അതുവരെ നമ്മുടെ സിനിമയിൽ നായകൻ ആരായിരുന്നു, പഴയകാലത്ത് നമുക്കറിയാലോ, അതൊക്കെ നമുക്കറിയാം. അതിൽ മാറിയിട്ട് ഇതുവരെ കടന്നു ചെല്ലാത്ത മേഖലയിലേക്ക് സിനിമ കടന്നു ചെല്ലാൻ നിർബന്ധിതരാകുന്നു. അത് ഈ കാരണത്തിൽ തന്നെയാണ് പലതരത്തിലുള്ള ഈ സാമൂഹ്യമായ ഇടപെടലിന്റെയും ചർച്ചകളുടെയും സംവാദത്തിന്റെയും ഒക്കെ ഭാഗമായിട്ടാണ് സംഭവിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് അത്തരം കഥകൾ എടുക്കണമെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ അത് കുറച്ചുകൂടെ പുതുമയുണ്ടാവുമെന്ന് തോന്നുന്നു. ആ രീതിയിലേക്കാണ് അത്തരം കഥകൾ എടുക്കുന്നത്. സ്വാഭാവികമായും അത് ആരാണ് മുൻകൈ എടുക്കുന്നത് എന്ന് വെച്ചാൽ ആ സിനിമ അങ്ങനെ സിനിമ എടുക്കണമെന്ന് തോന്നുന്നത് സംവിധായകനായിരിക്കും അങ്ങനെ എടുക്കാൻ തോന്നുന്നത്. അപ്പൊ ആദിവാസികളുടെ ജീവിത ബന്ധപ്പെട്ട സിനിമ എടുക്കണം എന്ന് ചിലപ്പോൾ സംവിധാനമായിരിക്കും തോന്നുന്നത്, ചിലപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരു കഥ എഴുതിയിട്ട് സംവിധായകനെ സമീപിക്കുന്നതായിരിക്കും. ഏതായാലും ഇത്തരം കഥകൾക്കൊക്കെ സ്ഥാനമുണ്ട്, പ്രസക്തി ഉണ്ട് എന്ന് നമ്മുടെ പല സിനിമക്കാരും ഇപ്പൊ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അത് വളരെ സന്തോഷമുള്ള കാര്യം തന്നെയാണ്. ഓക്കെ, വേണ്ട അവസാനിപ്പിക്കാറായി തോന്നുന്നു. ഒരു ചോദ്യം കൂടി ഉണ്ട്. ഒരു കഥ തിരക്കഥയാക്കുമ്പോൾ അതിന്റെ മൂല്യം നഷ്ടപ്പെടാതെ തിരക്കഥ തയ്യാറാക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ് ചോദ്യം. ഞാൻ ആദ്യം മൊത്തത്തിൽ പറഞ്ഞത്
ആ അതാണ് ഞാൻ ഇങ്ങനെ ചോദ്യം വായിച്ചപ്പോൾ അതായത് ഈ തോന്നിയത്. കഥയിലെ എന്താണ് കഥ, ഒരു കഥ എഴുതുന്നതിന്റെ ഒരു ഉദ്ദേശം ഉണ്ടല്ലോ. ആ കഥയുടെ അകത്ത് എന്തോ ഒരു സാധനം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടല്ലോ എന്തായാലും. അപ്പൊ അത് വായനയിലൂടെ നമ്മളത് കണ്ടെത്തുകയാണല്ലോ ചെയ്യുന്നത്. അതുപോലെ ഈ കഥ എന്തിനു വേണ്ടി എഴുതി, എന്താണ് ഈ കഥയുടെ ഊന്നൽ, അല്ലെ എന്താണ് ഈ കഥയുടെ ആന്തരാർത്ഥം എന്ന് തിരക്കഥാകൃത്ത് മനസ്സിലാക്കി അതിനെ സിനിമ എന്ന് പറയുന്ന ഒന്നിന്റെ ദൃശ്യഭാഷയിലേക്ക് കൊണ്ടുവരിക. അതിന് പറ്റുന്ന ദൃശ്യങ്ങളും സംഭാഷണങ്ങളും കഥാപാത്രങ്ങളും ലൊക്കേഷനും ഒക്കെ കണ്ടുപിടിക്കുക. അപ്പൊ ആദ്യമായിട്ട് കഥയെ അത് നന്നായി പഠിക്കണം. അതിന്റെ മൊത്തത്തിലുള്ള ആ കഥയുടെ ഉദ്ദേശം എന്താണ്, ആ കഥയിലൂടെ എന്താണ് വിനിമയം ചെയ്യുന്നത് എന്ന കാര്യം മനസ്സിലാക്കി അതിന് പറ്റുന്ന രീതിയിലുള്ള ഒരു തിരക്കഥ എഴുതുക എന്നതാണ് പ്രധാനം. അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞ അതിന് പറ്റുന്ന ദൃശ്യഭാഷ, അതിന് പറ്റുന്ന ലൊക്കേഷൻ, അതിന് പറ്റുന്ന കഥാപാത്രങ്ങൾ, അതിന് പറ്റുന്ന സംഭാഷണങ്ങൾ, അതിന് പറ്റുന്ന തുടക്കം, പറ്റുന്ന ആ ഒരു അവസാനിപ്പിക്കൽ, ഈ രീതിയിൽ മൊത്തത്തിൽ ആ കഥയുടെ സത്ത ചോർന്നു പോകാത്ത രീതിയിലേക്ക് സിനിമയാക്കി മാറ്റുക. അതിന് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം, നേരത്തെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അതിൽ നാടകത്തിന്റെ തിരക്കഥയും എന്നാണ് ചോദ്യത്തിലുള്ളത്. സിനിമയുടെ തിരക്കഥയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നൊരു ചോദ്യം വന്നിട്ട്. നാടകവും സിനിമയുടെ തിരക്കഥയും തമ്മിലുള്ള എന്നായിരിക്കും ഉദ്ദേശിക്കുന്നത്. നാടകത്തിന്റെ സ്ക്രിപ്റ്റ് നമുക്കറിയാം. അത് ഒന്ന് നമ്മൾ നേരിട്ട് കാണുന്നതാണ് നാടകം എന്ന് പറയുന്നത്. മുമ്പിൽ ആളിരിക്കുന്നുണ്ട്, നമുക്ക് നേരിട്ട് കാണാൻ പറ്റും. പിന്നെ ഈ കാണുന്ന ആള് ഒറ്റ വലിപ്പത്തിലാണ് ദൃശ്യം കാണുന്നത്. സ്റ്റേജിൽ ഒരാൾ ഇരിക്കുന്ന സ്ഥലത്ത് സ്റ്റേജിൽ കാണുന്നത് ഒരേ വലിപ്പത്തിലാണ്, ദൃശ്യ വലിപ്പം മാറ്റം വരുന്നില്ല. അപ്പൊ സിനിമയിലേക്ക് വരുന്ന സമയത്ത് നമുക്കറിയാം, നമുക്ക് പല രീതിയിൽ കാണിച്ചു കൊടുക്കാൻ പറ്റും, പല ആംഗിളിൽ കാണിച്ചു കൊടുക്കാൻ പറ്റും. ഒരാളുടെ മുഖം നമുക്ക് വലുതായി കാണിക്കാൻ പറ്റും. നാടകം കാണുന്നതൊക്കെ അത് പറ്റില്ലല്ലോ, ഒറ്റ വലിപ്പത്തിൽ കാണാൻ പറ്റും. അതുപോലെ നാടകം കാണുന്ന ഒരാള് അവിടെ ഇരിക്കുമ്പോൾ കാണുന്ന ഈ നടന്റെ ഈ മുൻഭാഗം അല്ലെങ്കിൽ ഈ ഭാഗം മാത്രമേ കാണുന്നുള്ളൂ. സിനിമയിൽ അങ്ങനെയല്ല. സിനിമ ക്യാമറയാണ് കാണിച്ചു തരുന്നത്. നമുക്കും ഈ അഭിനേതാവിന്റെ ഇടയിൽ ക്യാമറ എന്ന് പറയുന്ന മറ്റു സാധനം പ്രവർത്തിക്കുന്നുണ്ട്. ആ ക്യാമറ കാണിച്ചു തരുന്നത് നമുക്ക് കാണാൻ പറ്റും. നാടകത്തിൽ നമ്മൾ രംഗത്തുള്ള എല്ലാം കാണാൻ പറ്റും. പക്ഷെ മറ്റേതങ്ങനെയല്ല. ക്യാമറ കാണിച്ചു തരണം. ക്യാമറ ചിലതിനെ വലുതാക്കും, ചിലതിനെ മറച്ചു വെക്കും, ചിലതിനെ നമ്മൾ കാണാത്ത ആംഗിൾ ആകാശത്ത് കാണിച്ചു തരും. ഒരിക്കലും നാടകം കാണുന്ന ഒരാൾക്ക് സാധിക്കില്ലല്ലോ. അപ്പൊ ഈ രീതിയിൽ ഈ ദൃശ്യങ്ങളിലൂടെ പലതായി പല സ്ഥലത്ത് നിന്ന് കാണാൻ പറ്റും, പല വലിപ്പത്തിൽ കാണാൻ പറ്റും എന്നുള്ളതാണ് ഈ പറയുന്ന സിനിമയുടെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ നാടകത്തിൽ ഇപ്പൊ നമ്മൾ എഴുതുമ്പോൾ രംഗത്തെ ഈ അഭിനയത്തിന്റെ സാധ്യത, അതിന്റെ സംഭാഷണ സാധ്യത, അത് വെച്ചിട്ടാണ് നമ്മൾ എഴുതുക. പക്ഷെ ആ സിനിമയിലേക്ക് പറയുമ്പോൾ മാധ്യമം മാറി. നേരത്തെ പറഞ്ഞതുപോലെ നാടകത്തിൽ നമുക്ക് ഒരുപാട് പരിമിതിയുണ്ട്, രംഗത്ത് വെച്ച് ചെയ്യണം. അപ്പൊ അവിടെ ലൊക്കേഷനിൽ നമുക്ക് കൂടുതൽ സാധ്യതയില്ല. ഈ രംഗത്തുള്ള ഒരു ലൊക്കേഷൻ, ഒരു സെറ്റോ അല്ലെങ്കിൽ അത്തരം സംഗതികൾ മാത്രമേ വരുന്നുള്ളൂ. സിനിമയിൽ വരുമ്പോൾ നമുക്ക് ലൊക്കേഷന്റെ സാധ്യതയുണ്ട്. ഈ നേരത്തെ പറഞ്ഞ എല്ലാ സാധ്യതകളോടും ഉപയോഗിക്കാൻ പറ്റും. നമുക്ക് ഒരു നാടകത്തില് ആളുകൾക്ക് ഓടാനോ പറക്കാനോ വിമാനം പറത്താനോ ഒന്നും പറ്റില്ലല്ലോ സാധാരണ ആൾക്ക്. പക്ഷെ സിനിമയിൽ ഈ സാധ്യത എല്ലാം ഉപയോഗിക്കാൻ പറ്റും. ഈ ഭൂമിയിലുള്ള സകല സാധനങ്ങളും നമുക്ക് അതിനകത്ത് ദൃശ്യവൽക്കരിക്കാൻ പറ്റും. അപ്പൊ അതിന് പറ്റുന്ന രീതിയിലുള്ള ഒരു മാറ്റം, അതാണ് ഈ മാധ്യമ സ്വഭാവം അനുസരിച്ചുള്ള മാറ്റം എന്ന് പറയുന്നത്. ആ രീതിയിലേക്ക് നമ്മൾ ഇതിനെ മാറ്റണം. അപ്പൊ നാടകം തന്നെ ഒരുപാട് നമ്മുടെ നാട്ടിൽ സിനിമയിൽ വന്നിട്ടുണ്ട്. പക്ഷെ ആദ്യകാലത്ത് നമ്മുടെ സിനിമയിലെ നാടകം പോലെ ആയിരുന്നു, നിരന്നത് സംഭാഷണം പറയലായിരുന്നു. പിന്നെയാണ് ഈ കൂടുതൽ ദൃശ്യങ്ങൾക്ക് ഊന്നൽ വന്നത്. ഇപ്പൊ സിനിമ എന്ന് പറയുന്നത് ഒരു വലിയ ദൃശ്യഭാഷയാണ്. നാടകത്തിൻ്റെത് കുറച്ചുകൂടെ വ്യത്യസ്തമായ ഒരു ഭാഷയാണ്. നാടകമല്ല സിനിമ, പക്ഷെ സിനിമയിൽ നാടകമുണ്ട്. അതാണ് പ്രധാനപ്പെട്ട വ്യത്യാസം. നാടകീയമായി ദൃശ്യഭാഷയെ അവതരിപ്പിക്കുക എന്ന് പറയുന്നതാണ് സിനിമയിൽ സംഭവിക്കുന്നത്. അപ്പോൾ നാടകമാണെങ്കിലും നമ്മൾ സിനിമയാക്കി മാറ്റുമ്പോൾ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് നമ്മൾ കൊണ്ടുവരേണ്ടത്. അപ്പൊ നാടകം അല്ലത്, അത് മാറി മൊത്തത്തിൽ വേറെ സാധനമായിട്ട് മാറും, ഈ തിരക്കഥയായിട്ട് മാറും. തിരക്കഥ സിനിമയാകുമ്പോൾ അതിന്റെ പൊലിമ നഷ്ടപ്പെടാതിരിക്കാൻ സ്ക്രിപ്റ്റ് റൈറ്ററും സംവിധായകനും നിർദ്ദേശങ്ങൾ കൊടുക്കുമോ, അതോ സ്ക്രിപ്റ്റ് എഴുതുന്നതിന്റെ സ്ക്രിപ്റ്റ് റൈറ്ററിന്റെ കടമ തീരുമോ? സ്ക്രിപ്റ്റ് എഴുതുന്നതോടെ സ്ക്രിപ്റ്റ് റൈറ്ററിന്റെ കടമ തീരുമോ? സാധാരണ നിലക്ക് സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ അത് സിനിമയോടൊപ്പം സ്ക്രിപ്റ്റ് റൈറ്റർ ഉണ്ടാവുമോ എന്നാണ് ചോദ്യം.
അതെ, അത് എഴുതി കഴിഞ്ഞാൽ സ്ക്രിപ്റ്റിന്റെ പണി കഴിയില്ല. കാരണം എന്താ വെച്ചാൽ അത് സിനിമയാക്കി മാറ്റുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടും. നമ്മൾ എഴുതി വെച്ചതല്ല അതുപോലെ സിനിമയാക്കാൻ പറ്റിയത് വരില്ല. അതിന് പ്രായോഗിക പ്രശ്നങ്ങൾ നേരിടും. അപ്പോ ചിലത് മാറ്റം വരുത്തേണ്ടി വരും. അപ്പോൾ സാധാരണ നിലക്ക് ഈ സിനിമ ഉണ്ടാക്കുമ്പോൾ സ്ക്രിപ്റ്റ് റൈറ്ററുടെ ഒരു സാന്നിധ്യം അവിടെ വേണമെന്നാണ് പറയുന്നത്. അപ്പോൾ അതിനനുസരിച്ച് അദ്ദേഹത്തിന് മാറ്റി മാറ്റി എഴുതി കൊടുക്കേണ്ടി വരും. ഇത് എന്തായാലും ഒരു കൂട്ടായ്മയുടെ ഒരു കലയാണ്. ആ നിലക്ക് എഴുതി കൊടുത്ത സാധനം, പിന്നെ മാത്രമല്ല ഒരുപാട് ചർച്ചകൾക്ക് ശേഷമാണ് സാധാരണ സിനിമ വരുന്നത്. സ്ക്രിപ്റ്റ് എഴുതി കൊടുക്കുമ്പോൾ തന്നെ ആദ്യം മുതൽ ചർച്ച നടക്കുന്നുണ്ട്. ഒരുപാട് ആളുകൾ ഇരുന്ന് ചർച്ച നടത്തുന്നു. അങ്ങനെ അത് ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ വികസിപ്പിച്ചിട്ടാണ് നല്ല സ്ക്രിപ്റ്റ് ഒക്കെ ഉണ്ടാക്കുന്നത്. കാരണം ഇത് ആളുകൾ സ്വീകരിക്കേണ്ട സാധനമാണല്ലോ. പിന്നെ ഈ പറയും പോലെ ഷൂട്ടിംഗ് സമയത്തും ഈ ചർച്ചയുടെ ചിലപ്പോൾ സംവിധാന നിർദ്ദേശം അനുസരിച്ച് മാറ്റം വരുത്തുന്നുണ്ട്. അപ്പൊ എന്തായാലും ഇതിന്റെ ഇടക്കിടക്കെങ്കിലും ഇതിന്റെ സംവിധാന ഘട്ടത്തിൽ ഈ തിരക്കഥാകൃത്തിന്റെ സാന്നിധ്യം ആവശ്യമാണ്. എങ്കിൽ മാത്രമേ ആ ഉദ്ദേശിച്ച രീതിയിലേക്ക് അതിനെ മാറ്റിയെടുക്കാൻ പറ്റൂ. നമുക്ക് ഏതാണ്ട് അവസാനിപ്പിക്കാൻ തോന്നുന്നു. 1.5 മണിക്കൂറിന്റെ അടുത്ത സമയമായിട്ടുണ്ട്. കൃഷ്ണകുമാർ സാർ ഒന്ന്. ഹലോ സാർ, ഒരു ചെറിയ സംശയമാണുള്ളത്. സാർ, എന്റെ പേര് നീരജ് പാർത്ഥിവ് എന്നാണ്. ഞാൻ ഇതിനു മുമ്പ് തിരക്കഥ അങ്ങനെ ഒന്നും എഴുതിയിട്ടൊന്നുമില്ല. പക്ഷെ എന്റെ സംശയം എന്താന്ന് വെച്ചാൽ, ഒരു പാസ്റ്റും പ്രസന്റും മിക്സ് ആയി പോകുന്ന ഒരു കഥയിൽ ആ ഒരു ട്രാൻസിഷൻ നമ്മൾ കാണിക്കുമ്പോൾ ആദ്യം ഒരു പ്രസന്റിലെ ഒരു സീൻ നമ്മൾ കാണിച്ചു, പിന്നെ കാണിക്കുന്നത് ഒരു പാസ്റ്റിലെ സീനാണ്. അപ്പോൾ അത് നമ്മൾ സ്ക്രിപ്റ്റ് ആക്കി മാറ്റുമ്പോൾ ഈ ഒരു ട്രാൻസിഷൻ നടത്തുമ്പോൾ കഥയുടെ ഒഴുക്ക് നഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? അത് സിനിമയില് എല്ലാ പ്രസന്റ് ടെൻസേ ഉള്ളൂ. അതാണ് പ്രത്യേകത. സിനിമയിൽ നമ്മളെല്ലാം കാണുകയാണല്ലോ ചെയ്യുന്നത്. ഇപ്പൊ 1000 കൊല്ലം മുമ്പ് നടന്ന സംഭവത്തെ കുറിച്ച് നമ്മളൊരു കഥ എഴുതുമ്പോൾ അതൊരു പഴയ കാലത്തെ കഥയായിട്ടാണല്ലോ എടുക്കുക. പക്ഷെ അത് നമ്മൾ സിനിമയാക്കുന്ന സമയത്ത് അത് നമ്മുടെ മുമ്പിൽ കാണുകയാണ്. എല്ലാം പ്രസന്റ് ടെൻസ് ആണ് സിനിമയിൽ സംഭവിക്കുന്നത്. ഫ്ലാഷ് ബാക്ക് പോലും നമ്മൾ പ്രസന്റ് ടെൻസിലേക്കാണ് കൊണ്ടുവരുന്നത്. അതുകൊണ്ടാണ് ഇപ്പൊ അഭിനയിക്കുമ്പോൾ അവർക്ക് നിർദ്ദേശ രൂപത്തിൽ എഴുതണം എന്ന് പറയുന്നത്. അതെല്ലാം അഭിനയിക്കുകയാണല്ലോ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ സാധാരണ നിലക്ക് ഇത് ഈ സിനിമയാക്കി മാറ്റുമ്പോൾ നമ്മൾ എഴുതുന്നതെല്ലാം പ്രസന്റ് ടെൻസ് തന്നെയാണ്, സംശയമില്ല. പക്ഷെ അത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇത് പഴയതാണ്, അതിലേക്കുള്ള ഒരു ട്രാൻസിഷൻ കാണിക്കാൻ നമുക്ക് പല സങ്കേതങ്ങളുണ്ടല്ലോ. അപ്പൊ അത് എഡിറ്റിങ്ങിലൂടെയും അങ്ങനെ ഒരു പല രീതിയിലാണ് നമ്മൾ ഇതിനെ ഒരു ഫ്ലാഷ് ബാക്ക് ആക്കിയിട്ട് കൊണ്ടുവരുന്നത്. അല്ലാതെ തിരക്കഥാകൃത്തിനതിൽ കൂടുതൽ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. അത് സിനിമയിലെ മേക്കിങ്ങിലാണ് ഇത് ഈ രണ്ടും കൂടി ചേർന്നതും അതൊക്കെ സംവിധായകൻ ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഓക്കെ ശരി, താങ്ക് യു. ഒരു ചോദ്യം കൂടെ വന്നു കണ്ടു സാർ. സിനിമയുടെ തിരക്കഥ സജ്ജീകരിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്? മനസ്സിലായില്ല ചോദ്യം. തിരക്കഥ സജ്ജീകരിക്കുമ്പോൾ, തിരക്കഥ എഴുതുമ്പോൾ അഭിമുഖീകരിക്കാൻ സാധ്യതയുള്ള ബുദ്ധിമുട്ടുകൾ എന്തെല്ലാം എന്നായിരിക്കും? അശ്വിനി കൃഷ്ണനാണ് ചോദിക്കുന്നത്. ബുദ്ധിമുട്ട് എന്ന് പറയുന്നത്, തിരക്കഥ നമ്മൾ എഴുതുമ്പോ അതിൻ്റെ ഒരു വലിയ ഹോംവർക്ക് നമ്മൾ ചെയ്യാനുണ്ട്. ഞാൻ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഈയിടെ ഞങ്ങളൊരു സിനിമ ഇറങ്ങി, കറുപ്പ് എന്ന് പറഞ്ഞിട്ട്. ഞാൻ അതിന്റെ സ്ക്രിപ്റ്റ് എഴുതിയത് ദീപേഷ് സംവിധാനം ചെയ്തു. അദ്ദേഹം നേരത്തെ അങ്കുരം, സ്വനം ഈ സിനിമകൾക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയാണ്, കുട്ടികളുടെ സിനിമയ്ക്ക്. അപ്പൊ ഈ സിനിമ എഴുതിയപ്പോ ഒരു കഥ വേണം. അപ്പൊ ഞാനതിൽ പറഞ്ഞൊരു കഥ ഈ ഒരു ആദിവാസി കുട്ടിയുടെ കഥയാണ്. നിറത്തിന് കറുപ്പിന്റെ പേരിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, അവഹേളനങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരു ആദിവാസി കുട്ടിയുടെ കഥ. ഇപ്പൊ ഈ പ്രസക്തി വളരെ വർദ്ധിച്ചിരിക്കുകയാണ് ഈ ജോർജ് ഫ്ലോയിഡിന്റെ ഭാഗത്തോടു കൂടി. അപ്പൊ ഇങ്ങനെ വന്നപ്പോൾ അഭിമുഖീകരിച്ച പ്രധാനപ്പെട്ട പ്രശ്നം, ആദിവാസി കുട്ടികൾ എന്തൊക്കെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നു എന്ന് എനിക്ക് നേരിട്ട് അറിയില്ല. എനിക്ക് ആ കുട്ടികളായിട്ട് നേരിട്ടുള്ള ഒരു പരിചയമില്ല. അപ്പൊ ചെയ്തത്, അതിനെക്കുറിച്ച് കുറെ വയനാട്ടിലൊക്കെയുള്ള അവിടുത്തെ ഡയറ്റൊക്കെ പ്രസിദ്ധീകരിച്ച് കുറെ ഇതിനെക്കുറിച്ചുള്ള കുറിപ്പുകളും അങ്ങനെ കുറെ വായിച്ചു നോക്കി. പിന്നെ ഫോൺ ചെയ്ത് അവിടെ പോയി, ചില സ്ഥലത്ത് പോയി അവിടെയുള്ള ആൾക്കാരോട് സംസാരിച്ചു, അവിടെയുള്ള ചില സുഹൃത്തുക്കളുടെ സംസാരിച്ചു. അങ്ങനെ കുറെ
അതിനെക്കുറിച്ച് കാര്യങ്ങൾ ചോദിച്ചിട്ട് പിന്നെ അതുപോലെ അധ്യാപകരോട്, ആദിവാസി കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപകർ ചോദിച്ചു എന്തൊക്കെയാണ് അവർ നേരിടുന്ന പ്രശ്നങ്ങൾ. അപ്പൊ ഇങ്ങനെ ഒരുപാട് ഒരു റിസർച്ച് വർക്ക് അതിന്റെ പിന്നിൽ നടത്തിയിട്ട് മാത്രം നമുക്ക് എഴുതാൻ പറ്റും. ഭാവന നമുക്ക് എഴുതി ശരിയാവില്ല. അപ്പോഴാണ് പിന്നെ ഈ ഇവരുടെ ഒരുപാട് പ്രശ്നങ്ങൾ, അവരുടെ ജീവിത സാഹചര്യം എന്താണ്, അല്ലെങ്കിൽ സ്കൂളുകളിൽ അവരെന്തൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങളാണ് നേരിട്ടത്, അല്ല ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്, ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നു. അപ്പൊ അങ്ങനെ ഈ പ്രധാനമായിട്ടും ഈ പറയുന്ന ആശയ രൂപീകരണമാണ്. നമുക്ക് പറയാനുള്ള ആശയങ്ങൾ നമ്മൾ ശേഖരിക്കണമല്ലോ. അതിനു വേണ്ടിയിട്ട് പല രീതിയിൽ വായിച്ചിട്ടും നിരീക്ഷിച്ചിട്ടും നേരിട്ട് കണ്ടിട്ടും, സാധാരണ നമ്മൾ പറയാം റിസർച്ച് എന്ന് പറയുന്നത്, ഈ സിനിമയ്ക്ക് വേണ്ടി റിസർച്ച് എന്ന് പറയുന്നത് പ്രിന്റ് റിസർച്ച്, അതുപോലെ പിന്നെ ഫീൽഡ് റിസർച്ച്, അങ്ങനെ പലതും പറയുമല്ലോ. ഇന്റർവ്യൂ റിസർച്ച്, ഈ രീതിയിൽ റിസർച്ച് നടത്തിയിട്ട് ആശയങ്ങൾ ശേഖരിക്കുക, അതൊരു പ്രധാനപ്പെട്ട ജോലിയാണ്. അത് കഴിഞ്ഞിട്ട് ഈ കഥാപാത്രങ്ങളെ രൂപപ്പെടുത്തിയെടുക്കുക. അത് ഓരോ കഥാപാത്രവും ആളുടെ മനസ്സിൽ പതിയാണ്. വലിയ കഥാപാത്രമാണെങ്കിലും ആളുടെ മനസ്സിൽ എങ്ങനെ പതിയുന്ന രൂപത്തിലാക്കി മാറ്റാം. പിന്നെ കഥ വികസിപ്പിച്ചെടുക്കണം. ഈ പറയുന്ന നാടകീയമായ സംഭവങ്ങളെ അതിനകത്ത് കൊണ്ടുവരണം. പിന്നെ കഥയ്ക്ക് ഒരു അവസാനം ഉണ്ടാവണം. പിന്നെ ഇതിലൊക്കെ പറഞ്ഞ കാര്യങ്ങൾ തമ്മിൽ ഒരു ബന്ധം, പരസ്പര ബന്ധം ഉണ്ടാവും. അപ്പൊ ആ രീതിയിൽ ആളുകളെ പിടിച്ചിരുത്തുന്ന രീതിയിൽ ഈ വിഷയം ശക്തമായിട്ട് എങ്ങനെ അവതരിപ്പിക്കാം, അതിനുള്ള കഥാപാത്രങ്ങൾ, ദൃശ്യങ്ങൾ, സംഭാഷണങ്ങൾ, അപ്പൊ ഇത്ര സംഗതിയെ അത് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ഒരുപാട് നമ്മൾ ഏത് രചന നടത്തുമ്പോഴും ഉണ്ടാവുന്ന ആ ഒരു പ്രയാസമൊക്കെ ഇതിനുണ്ട്. സിനിമയാകുമ്പോൾ അതിൽ കുറച്ച് കൂടുതൽ പ്രയാസമാണ്. പിന്നെ ഇത് നിർമ്മാതാവിന് കയ്യിൽ ഒതുങ്ങണം. സിനിമ എടുക്കുമ്പോഴേ നമ്മൾ 10,000 ആളുകൾ സദ്യ കഴിക്കുന്നു നമ്മൾ എഴുതി വെച്ചാൽ നിർമ്മാതാവിന് അത് താങ്ങാൻ പറ്റില്ല. 10,000 ആൾക്ക് സദ്യ കൊടുക്കണം, എത്ര കാശ് കൊണ്ടുവരും. അപ്പൊ ഇതിന്റെ ചെലവടക്കം കണ്ടുകൊണ്ട് അതിന് പറ്റുന്ന രീതിയിലുള്ള ലൊക്കേഷനുകളും സംഭവങ്ങളും കാര്യങ്ങളും മുന്നിൽ കൊണ്ടുവരാം. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ട് ഒരു തിരക്കഥ എഴുതുക എന്ന് പറയുമ്പോൾ. അതെല്ലാം പിന്നെ തിരക്കഥ എഴുത്തിന്റെ കൂടെ വരുന്ന സംഗതികളാണ്. ക്ലാസ് മുറികളിലെ തിരക്കഥാരചന എന്നുള്ള രീതിയിൽ കുട്ടികളിൽ വളർത്തിയെടുക്കേണ്ട 2 കാര്യം സാറിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലായത്, ഒന്ന് ദൃശ്യഭാഷയുടെ ഒരു പരിചയമാണ്, മറ്റൊന്ന് ദൃശ്യബോധമാണ്. ഈ ദൃശ്യബോധത്തെ അതിനെ പരിശീലിച്ചെടുക്കാൻ എന്തെല്ലാം സാധനങ്ങൾ അല്ലെങ്കിൽ എക്സസൈസസ് നമുക്ക് കുട്ടികളോട് നിർദ്ദേശിക്കാൻ സാധിക്കും? അതിലൊന്ന്, ഇപ്പൊ നമ്മളൊരു ക്യാമറ കൊണ്ട് ഒരു ഫോട്ടോ എടുക്കുമ്പോൾ, ഫോട്ടോ എടുക്കുകയാണ്, നമ്മൾ വെറുതെ എടുക്കുന്ന ഫോട്ടോ എടുക്കും. പക്ഷെ ഈ ഫോട്ടോ ഒരാൾ കാണുമ്പോൾ അയാൾ അതിൽ ചില അർത്ഥങ്ങൾ വായിച്ചെടുക്കും. നമ്മളൊരു മരം നമ്മുടെ ചുറ്റുമുള്ള സാധാരണ ഒരു സംഗതിയാണ്. പക്ഷെ ഈ മരത്തിന്റെ ഒരു ഫോട്ടോ നമ്മൾ എടുക്കുമ്പോൾ ഈ ഒരു ഫ്രെയിമിന്റെ അകത്തേക്ക് മരം വരുമ്പോൾ അത് നമ്മൾ നേരത്തെ കണ്ട മരമല്ല, അതിനെന്തോ ഒരു അർത്ഥം ഉണ്ടാവുന്നു. അപ്പോ ഉദാഹരണത്തിന് ഒരു വിഷയം കൊടുക്കുന്നു കുട്ടികൾക്ക്, സ്നേഹം എന്ന് പറയുന്നൊരു വിഷയം കൊടുക്കുന്നു. ഈ വിഷയം കൊടുത്തിട്ട് അവരോട് നിങ്ങളൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടി പറയും. സ്കൂളിൽ ഇപ്പം ഇത്രയും കാലം മൊബൈൽ ഫോൺ അനുവദിച്ചിട്ടില്ല, ഇനിയിപ്പോ ചിലപ്പോൾ അനുവദിക്കുക. ഏതായാലും എങ്ങനെയെങ്കിലും അവർ വീട്ടിൽ നിന്ന് ആയിക്കോട്ടെ, അവർ എടുത്തുകൊണ്ടാണ് പറഞ്ഞു. ഈ സ്നേഹം എന്ന വിഷയം വെച്ചിട്ട് അവര് ഫോട്ടോ എടുക്കും, പലതരത്തിലുള്ള ഫോട്ടോ അവരെടുക്കും. ഈ ഫോട്ടോ നമ്മളൊന്ന് ക്ലാസ്സിൽ പൊതുവായിട്ട് ഓരോന്നും കാണിച്ചിട്ട് ഒരു പൊതു ചർച്ച നടത്തുക. അപ്പൊ എന്താണ് ഈ സ്നേഹം എന്നുള്ള ഒരു ആശയം ഈ ഫോട്ടോയിൽ വന്നിട്ടുണ്ടോ, എന്താണ് അതിന്റെ ഒരു പ്രശ്നം? ഇപ്പൊ ചിലപ്പോ അവര് ഇപ്പൊ ഒരു പൂച്ചയും പൂച്ചക്കുട്ടിയും ഉള്ള ദൃശ്യമായിരിക്കും. പൂച്ചക്കുട്ടിയെ കളിപ്പിക്കുന്നതായിരിക്കും സ്നേഹം എന്ന് പറയുന്ന സാധനം. പക്ഷെ അതിൽ ഫോട്ടോ എടുത്തപ്പോൾ വന്നിരിക്കുന്നത് ആ പൂച്ചയേക്കാൾ പ്രാധാന്യം അതിന് മുമ്പിലുള്ള വേറെ ഒരു വസ്തുവായിരിക്കും. ചിലപ്പോൾ അതിന് മുമ്പിൽ ഒരു ബക്കറ്റ് വെച്ചിട്ടുണ്ട്. ഫ്രെയിമിൽ നിറഞ്ഞിരിക്കുന്ന ബക്കറ്റ് ആയിരിക്കും പിന്നിൽ. അപ്പൊ ഫോട്ടോ എടുത്തതിന്റെ കുഴപ്പമാണ്. അപ്പൊ നമ്മൾ ഉദ്ദേശിച്ച അർത്ഥം കിട്ടുന്നുണ്ടോ? പിന്നെ ആ ഒരു പശ്ചാത്തലം, ഈ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഈ പശ്ചാത്തലവും ഇതിനകത്തുള്ള ഈ ഒബ്ജക്റ്റും തമ്മിലുള്ള ഒരു ബന്ധമുണ്ടല്ലോ, അതിനൊരു പരസ്പരാർത്ഥമുണ്ട്. പിന്നെ നിറങ്ങളുടെ ചേർച്ച, പിന്നെ ആ ഭംഗിയുണ്ടോ, ഇതിന്റെ ലൈറ്റിംഗ് ഒക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ടോ. അപ്പൊ ഇതുപോലെ കുറച്ച് ചിത്രങ്ങൾ എടുത്തിട്ട്, വിഷയം കൊടുത്തിട്ട്, ചിത്രങ്ങൾ കൊടുത്തിട്ട് ആ ചിത്രം വെച്ചിട്ട് ഒറ്റ പ്രാവശ്യം നമ്മൾ ചർച്ച നടത്തിയാൽ അവർക്ക് എങ്ങനെയാണ് ഒരു ആശയം അത് ഈ ദൃശ്യമാക്കി മാറ്റേണ്ടതിനെ കുറിച്ച് കുറച്ചുകൂടെ നല്ല ഐഡിയ കിട്ടും. അപ്പൊ അത് നല്ലൊരു പരിശീലനമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ ചെയ്തിട്ടുണ്ട് അത് സ്കൂളിൽ. അപ്പൊ തന്നെ ഒരു ദൃശ്യബോധം. അപ്പൊ ഞാൻ എടുക്കാൻ പോകുന്ന ചിത്രം അല്ലെങ്കിൽ എടുക്കാൻ പോകുന്ന സിനിമ
അത് ഞാൻ ഉദ്ദേശിച്ച ആശയം തന്നെ ആൾക്ക് കിട്ടണമെങ്കിൽ എന്തെല്ലാം കാര്യം ശ്രദ്ധിക്കണം. അതിന്റെ ഫോക്കസിങ്ങിലും അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാക്കുന്നതിലും അതിന്റെ നിറങ്ങളുടെ തെരഞ്ഞെടുപ്പിലും ഈ കഥാപാത്രത്തിന് ഞാൻ എന്ത് ഡ്രസ്സ് കൊടുക്കും, അതിനൊക്കെ അർത്ഥമുണ്ടല്ലോ സിനിമയിൽ. അപ്പൊ ഈ കാര്യത്തിനെ കുറിച്ചൊക്കെ ഒരു ധാരണ. അതുപോലെ ഇത്തരത്തിലുള്ള സിനിമകൾ, നല്ല നല്ല സിനിമകളുടെ ചില ഭാഗങ്ങൾ കാണിച്ചിട്ട് നമുക്ക് ഇത്തരം കാര്യങ്ങൾ അവരെ ബോധ്യപ്പെടുത്താൻ പറ്റും. ഈ സ്റ്റോറി ബോർഡ് പോലത്തെ ആശയ സങ്കേതങ്ങൾ പരിചയപ്പെടുത്തേണ്ടതുണ്ടോ കുട്ടികൾക്ക്? ഈ ഒരു അവർക്ക് ഇന്നലെ നമ്മൾ സിനിമ ഉണ്ടാക്കിപ്പോ ആ സമയത്ത് സ്റ്റോറി ബോർഡ് വരും. സ്റ്റോറി ബോർഡ് തന്നെ സാധാരണ നമ്മൾ വരുന്നത് ഈ പാട്ടുകൾക്കും മറ്റുമാണ്. മറ്റു സിനിമയിൽ നമ്മൾ ഈ ശരിക്ക് തിരക്കഥ തന്നെയാണല്ലോ ഉപയോഗിക്കുന്നത്. ഷൂട്ടിംഗ് സ്ക്രിപ്റ്റാണ് നമ്മൾ സാധാരണ സിനിമ ഉപയോഗിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും അവരത് സിനിമയാക്കി മാറ്റാനുള്ള ഒരു അവസരം കൊടുക്കുകയാണെങ്കിൽ അവർക്ക് എന്തായാലും അത് അതിനകത്ത് മാർക്ക് ചെയ്യേണ്ടി വരും. ഒന്നാമത്തെ ഈ ഷോട്ട് എങ്ങനെ എടുക്കും, അടുത്ത ഷോട്ട് എങ്ങനെ എടുക്കും, എവിടെ ക്യാമറ വെക്കുന്നുള്ള ഒരു ധാരണ അവർക്ക് ഉണ്ടാക്കേണ്ടി വരും. അപ്പൊ സ്വാഭാവികമായി ഈ സ്ക്രിപ്റ്റിൽ അവരത് മാർക്ക് ചെയ്ത് വെക്കേണ്ടി വരുമല്ലോ. അപ്പൊ അത് ഷൂട്ടിംഗ് സ്ക്രിപ്റ്റായി. പിന്നെ സ്റ്റോറി ബോർഡ് വരുന്നതെന്ന് വെച്ചാൽ ഇപ്പൊ ഒരു പാട്ട് വിഷ്വലൈസ് ചെയ്യുന്നു. അപ്പൊ ആ പാട്ടിന് അല്ലെങ്കിൽ ഒരു പരസ്യ സിനിമ എടുക്കുന്നു. അപ്പൊ ഇത് കാര്യം പറയുന്നത് എന്തെല്ലാം അതിനകത്ത് വിഷ്വൽ വേണം, ഇങ്ങനെ എടുക്കണം, അതിന് സാധനം സ്റ്റോറി ബോർഡ് എന്ന് പറയും. നമുക്ക് ഒറ്റ ക്ലാസ് കൊണ്ട് തീർക്കാവുന്ന ഒരു വിഷയമല്ല, അല്ലെങ്കിൽ ഒരു വിനിമയം ചെയ്യാവുന്ന അല്ല ഇത് എന്നുള്ളതാണല്ലേ ഇതിന്റെ ഒരു ചുരുക്കം. മറ്റു വിഷയങ്ങൾ പഠിപ്പിക്കുന്ന പോലെ ഒറ്റ ഒരു സമയം കൊണ്ട് അല്ലെങ്കിൽ ഒരു ഷെഡ്യൂൾ കൊണ്ട് തീർക്കാവുന്നതല്ല. അപ്പൊ അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ചർച്ചയും എന്ന് എനിക്ക് തോന്നുന്നു. ഇതിനെക്കുറിച്ച് ഇനിയും പറഞ്ഞാലും തീരില്ല, സമയത്തിന്റെ ഒരു പരിമിതി കാരണം. എന്നിരുന്നാലും ഈ കഥയിൽ നിന്ന് തിരക്കഥയിലേക്ക് എന്ന പ്രമേയത്തിൽ എല്ലാ ദിശകളിൽ നിന്നുള്ള ചർച്ചയും ചോദ്യങ്ങളും അതിന് മാഷിന്റെ സംസാരങ്ങളും എല്ലാം വളരെ ഭംഗിയായി നന്നായിട്ടാണ് അനുഭവപ്പെട്ടത്. ഇനി ആർക്കെങ്കിലും ചോദിക്കാനുണ്ടോ? ഷെരീഫ് മാഷെ, നമുക്ക് അവസാനിപ്പിക്കാൻ തോന്നുന്നു അല്ലെ? അതെ, അവസാനിപ്പിക്കാം. സമയം വല്ലാതെ 1.5 മണിക്കൂറിലധികമായി. ആർക്കും സമയം പോയത് അറിയാത്തത് കൊണ്ടാണ് എന്ന് എനിക്ക് തോന്നുന്നു. നല്ല അവതരണം. എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു വിഷയമാണല്ലോ സിനിമ. നേരത്തെ പറഞ്ഞ ആരെങ്കിലും പിന്നോക്കം നിൽക്കാറുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയാവുന്ന ഒരു പാഠ്യവസ്തു സിനിമ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് തോന്നുന്നു. ഈ പ്രത്യേകിച്ച് ഒരു സമകാലിക മാധ്യമവും കുട്ടികൾക്ക് ഇഷ്ടമുള്ളതുമാണ്. ദൃശ്യബോധം കൂടുതലുണ്ടെന്നുള്ള ആ 2 വാക്കാണ് ഒരു പക്ഷേ ഈ വെബിനാറിൽ മനസ്സിലേക്ക് കോറിയിട്ട വാക്കുകൾ. ഒന്ന് ദൃശ്യബോധവും ഒന്ന് ദൃശ്യഭാഷയും. പിന്നെ ഇതിന്റെ തെരഞ്ഞെടുപ്പും വർത്തമാനകാലത്തിൽ രചിക്കുക എന്നുള്ളൊരു വലിയൊരു നിർദ്ദേശമായിട്ട് കുട്ടികൾ ഉൾക്കൊള്ളട്ടെ. ഷൂട്ടബിൾ ആയിരിക്കണം. അതിന്റെ ഒരു പ്രായോഗികത, അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ദൃശ്യ പ്രാധാന്യം തന്നെയാണ് നമുക്ക് ഈ വെബിനാറിൽ നിന്ന് മനസ്സിലാവുന്നത്. അതിന് വേണ്ടുന്ന സാധനങ്ങൾ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് നൽകാൻ സാധിക്കുന്ന വിനിമയ നേരങ്ങളാകണം ഈ തിരക്കഥാ ബോധന അന്തരീക്ഷങ്ങൾ ഉണ്ടാവേണ്ടതെന്നാണ് മനസ്സിലായത്. വളരെ സന്തോഷം. ഈ ചടങ്ങിന് ഔപചാരികമായി നന്ദി പറയാനായിട്ട് മൂവാറ്റുപുഴ SN ട്രെയിനിങ് കോളേജിലെ മലയാളം അധ്യാപിക ആശാജിയെ സാദരം ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ജിനേഷ് മാഷിന്റെ ക്ലാസും അതിനെ അനുബന്ധിച്ചുണ്ടായ ചർച്ചകളും വളരെ സജീവമായി. ഇന്നത്തെ വെബിനാർ ഉഷാറായി എന്ന് വിചാരിക്കുന്നു. ക്ലാസ് മുറിയിൽ തിരക്കഥ പഠിപ്പിക്കുമ്പോൾ ജിനേഷ് സാറിന്റെ ക്ലാസ് ഒരു മുതൽക്കൂട്ടാവും എന്നതിൽ സംശയമില്ല. നമ്മൾ പല കാര്യങ്ങൾ അറിഞ്ഞറിഞ്ഞു വരുമ്പോൾ അറിവിന്റെ പുതുക്കലുകൾ നടക്കുന്നുണ്ട്. അറിഞ്ഞത് പലതും ശരിയല്ല എന്നും പുതിയ പല കൂട്ടിച്ചേർക്കലുകൾ നടക്കും. അതിലൊന്നാണ് തിരക്കഥ സാഹിത്യ രൂപമായി കരുതിയിരുന്നത്. ഇന്നത് സിനിമയ്ക്കകത്തും പുറത്തും പ്രവർത്തിക്കുന്നവർക്ക് വേണ്ട നിർദ്ദേശങ്ങളാണ് എന്ന് മനസ്സിലായത്. ക്ലാസ് മുറിയിൽ കഥ തിരക്കഥയാക്കി മാറ്റുന്നത് എങ്ങനെ, ഒരു വ്യവഹാര രൂപത്തിൽ നിന്ന് മറ്റൊരു വ്യവഹാര രൂപത്തിലേക്കുള്ള മാറ്റം, ഒരു സ്ക്രിപ്റ്റ് എങ്ങനെ തയ്യാറാക്കാം, എന്താണ് സിനിമ ആസ്വാദനം, അതിന്റെ ഘടകങ്ങൾ എന്തൊക്കെയാണ്, സിനിമയെ ഗൗരവമായി വിലയിരുത്തുന്നത് എങ്ങനെ, സിനിമയെക്കുറിച്ചുള്ള അനന്തമായ അറിവും ആ രംഗത്ത് പ്രവർത്തിച്ചുള്ള പരിചയവും അത് ക്ലാസ് മുറികളിൽ പ്രായോഗികമാക്കിയ സാറിന്റെ അനുഭവ സമ്പത്തും ഗംഭീര ക്ലാസ്സായി മാഷെ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിച്ചത്, കുട്ടികൾ തനിയെ പ്രവർത്തനങ്ങൾ ചെയ്യില്ല, അധ്യാപകർ
പറഞ്ഞു കൊടുക്കുക തന്നെയാണ് നല്ലത് എന്ന് നമ്മുടെ കുട്ടികൾ സ്കൂളുകളിൽ നിരന്തരം അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ്. ഇന്ന് മാഷ് സംസാരിച്ചപ്പോൾ പറഞ്ഞത് എല്ലാ കുട്ടികളും എഴുതും, പറ്റാത്തവരായി ആരും ഉണ്ടാവില്ല എന്ന്. എല്ലാവരിലും കഴിവുണ്ട് എന്ന നിലപാട് സാറിന്റെ മഹത്വമാണ്. സന്തോഷം മാഷെ. മമത അധ്യാപക കൂട്ടായ്മയും മാ അധ്യാപക കൂട്ടായ്മയ്ക്കും വേണ്ടി ആത്മാർത്ഥമായി സ്നേഹത്തോടെ ഒരുപാട് നന്ദി. ഇതുപോലുള്ള അതാത് മേഖലകളിൽ അപാര പാണ്ഡിത്യമുള്ള വ്യക്തിത്വങ്ങളെ കണ്ടെത്തി ഈ വെബിനാർ പരമ്പര മുന്നോട്ട് കൊണ്ടുപോകുന്ന കൃഷ്ണകുമാർ മാഷിനും ഇതിൽ പങ്കെടുത്ത് സജീവമാക്കിയ എല്ലാവർക്കും നന്ദി പറയുന്നു. ജിനേഷ് മാഷിന് ഒരിക്കൽ കൂടി സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി. ഒരുപാട് നന്ദി മാഷേ. വളരെ സന്തോഷം. വളരെ സന്തോഷം മാഷെ. എന്തായാലും തുടർന്നും മാഷിനെ ശല്യം ചെയ്യും. കുറെ നേരമായില്ലേ, കൂടുതലായി പോയി. എന്നിരുന്നാലും കുഴപ്പമില്ല, എനിക്ക് പ്രശ്നമൊന്നുമില്ല. എത്ര പറഞ്ഞാലും തീരാത്തൊരു വിഷയമാണല്ലോ, എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള വിഷയമാണ്. എന്തായാലും സന്തോഷം. അപ്പൊ നമുക്കത് അവസാനിപ്പിക്കാം. ഷെരീഫ് മാഷെ. ഓക്കെ, എന്നാ അവസാനിപ്പിക്കാം. നല്ല പരിപാടിയായി. അതുകൊണ്ടാണ് ഇത്രയും ആളുകൾ ഈ സമയം അത്രയും ഇതോടൊപ്പം നിന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ജിനേഷ് മാഷ് നന്നായി. ഒരുപാട് കുട്ടികൾ ചാറ്റിൽ നന്ദിയും അഭിനന്ദനവും ഒക്കെ അറിയിച്ചുകൊണ്ട് മെസ്സേജസ് വന്നിട്ടുണ്ട്. നല്ല വെബിനാർ ആയിരുന്നു എന്ന് പലരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. സാറിന് ഒരുപാട് നന്ദിയും അറിയിച്ചിട്ടുണ്ട്. ഓക്കെ, ശരി. അപ്പോ കർട്ടൻ ഇടട്ടെ കേട്ടോ. ഓക്കെ, ശരി. താങ്ക് യു.